ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ മുതൽ എല്ലാവരെ പോലെ തന്നെ ടിവിയുടെ മുമ്പിലായിരുന്നു കേട്ടോ. ഇത്രയും നേരം ന്യൂസൊക്കെ കേട്ടോണ്ടിരുന്നു. പിന്നെ നോക്കുമ്പോൾ വീണ്ടും ശിക്ഷാവിധിയൊക്കെ ഉച്ച കഴിഞ്ഞത്തേനാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, രാവിലെ നമുക്ക് പാക്കിങ് തുടങ്ങാം, എന്നിട്ട് പിന്നെ ആഫ്റ്റർനൂൺ ന്യൂസൊക്കെ കേൾക്കാം എന്ന് ഓർത്തു. എല്ലാവരെയും പോലെ തന്നെ നമ്മളും ആകാംക്ഷയോട് തന്നെ എന്തായിരിക്കും ശിക്ഷാവിധി വരുന്നതെന്നൊക്കെയുള്ള പ്രമുഖ കേസിന്റെ കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുമായിരുന്നു. അപ്പൊ രാവിലെ ഞാൻ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്തു. പിന്നെന്താ കൂട്ടുകാരെ, ഒരു വിശേഷം പറയാനുള്ളത്, ഞാനൊരു പുതിയ പക്ഷിക്കുഞ്ഞിനെ മേടിച്ചു കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് പെറ്റ് ഷോപ്പിൽ പോയതാ. നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് കാണിക്കും ഒരു പക്ഷിക്കുഞ്ഞ് കേട്ടോ. അപ്പൊ എനിക്ക് അതിനെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ അതിനെ മേടിച്ചു. അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര കൂട്ടെന്ന് വെച്ചാൽ ഭയങ്കര കൂട്ട് നമ്മളോട്. പക്ഷെ അത് എന്റെ കൂടെ കിടന്ന് ഉറങ്ങുള്ളൂ. അങ്ങനെ ഒരുതരം മനുഷ്യ കുഞ്ഞുങ്ങളെ, എനിക്കറിയത്തില്ല, നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാവരും നമ്മളോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആവുക. പെറ്റ്സുകള്, ഡോഗ് ആണെങ്കിലും അതെ, ക്യാറ്റ് ആണെങ്കിലും അതെ, ഭയങ്കര അറ്റാച്ച്മെന്റ് കേട്ടോ. എന്നിട്ട് അത് നമ്മുടെ കൂടെ കിടന്നുറങ്ങുള്ളൂ. ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്ത് കാണിക്കാം കേട്ടോ ഒരു ദിവസം. ലിറ്ററലി നമ്മുടെ കൂടെ കിടന്നുറങ്ങത്തുള്ളൂ, കുഞ്ഞു പിള്ളേരെ പോലെ. മലന്ന് കിടന്നൊക്കെ ഒരു പക്ഷിക്കുഞ്ഞ് കിടന്നുറങ്ങുന്നത് ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. അത് നമ്മുടെ പേത്തുനിന്ന് മാറ്റിയാൽ സമ്മതിക്കത്തില്ല, അതിനങ്ങനെ കിടക്കണം. അങ്ങനെ ഒരുമാതിരി കൈക്കുളങ്ങയിൽ കുഞ്ഞു പിള്ളേർ കിടക്കത്തില്ല, ആ ഒരു രീതിയിലേ കിടന്നുറക്കത്തുള്ളൂ. ഭയങ്കര രസമാണ് കേട്ടോ. നല്ല അത്തിബുദ്ധി കാണിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞ്. ബാക്കിയുള്ള കിളികളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അത്തിബുദ്ധിയെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര രസമാണ്. അപ്പൊ അതിന്റെ പുറകെയാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കേട്ടോ. അതിന്റെ രീതികള് ഒക്കെ പഠിക്കല്, അങ്ങനെയൊക്കെ എന്തൊരു അറ്റാച്ച്മെന്റ് ആണെന്നറിയോ. പക്ഷെ നമ്മുടെ മിലോ ക്യാറ്റ് ഭയങ്കര ശത്രുതയായിരുന്നു കേട്ടോ, ഭയങ്കര അസൂയായിരുന്നു ഒന്നാമത്തെ കാര്യം. അങ്ങനെ അപ്പൊ അതിനെ സംരക്ഷിക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ അധികം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. രാത്രി ഞാൻ കുറേ നേരം എന്റെ കൂടെ കിടത്തും. അതിനുശേഷം പിന്നെ ഞാൻ അതിനെ കൊണ്ട് മോളി വിടും, കാരണം അല്ലെ അതിനെ ക്യാറ്റ് പിടിക്കും. അപ്പൊ ഞാൻ അതിനെ മോളി തന്നെ അവരുടെ ഒരു പാരഡൈസ് ഉണ്ടല്ലോ, പിന്നെ അവിടെ എല്ലാം ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. അതൊക്കെയായിരുന്നു കുറച്ച് ദിവസത്തെ പണികള്. കുറച്ച് നല്ല ചെടികളൊക്കെ മേടിച്ചിട്ട്, പിന്നെ എന്താ പറയാ, ആദ്യമേ തന്നെ അവിടെ ഒറിജിനൽ ചെടികളാണ്, എന്നാലും കുറച്ച് വലിപ്പമുള്ള, അവർക്ക് ഇരിക്കാൻ പാകത്തിന് ഞാൻ നമ്മുടെ മുളയെന്നൊക്കെയുള്ള കമ്പൊക്കെ വെട്ടിക്കൊണ്ടുപോയി അങ്ങനെയൊക്കെയായിരുന്നു അവിടെ കുത്തിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അതിന്റെയൊക്കെ ഇലയൊക്കെ പഴുത്ത്, അങ്ങനെ പിന്നെ അവർക്ക് ഇരിക്കാനൊന്നും ഒരു സുഖം കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, ഇച്ചിരി പൈസ മുടക്കാനും വേണ്ടില്ല, ഒറിജിനലി വലിയ ചെടികൾ തന്നെ മേടിക്കാന്ന് ഓർത്തു. അങ്ങനെ മേടിച്ചു. പിന്നെ ഇപ്പൊ ഡിസംബർ ലേഡി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അടിപൊളിയാണ് കൂട്ടുകാരെ. അത് നന്നായിട്ട് ഈ ഒരു ഡിസംബർ മുതൽ അങ്ങ് പൂത്ത് നിൽക്കും. അതിന്റെ ഇലയാണ്, പക്ഷെ അത് പൂത്ത് നിൽക്കുന്ന പോലെ തോന്നും. അപ്പൊ നല്ല ഭംഗിയത്. അപ്പൊ ഞാൻ അത് എനിക്ക് ക്രേസ് ഉള്ള ചെടിയാണ് കേട്ടോ. അങ്ങനെ ഈ ബ്ലീഡിംഗ് ഹാർട്ട്, ഡിസംബർ ലേഡി ഒക്കെ എന്റെ ക്രേസ് ആണ് കേട്ടോ. എത്രയൊക്കെ ചെടികളും പൂക്കളും ഉണ്ടെങ്കിലും വെള്ളപ്പൂക്കൾക്ക് ഒരു ഭയങ്കര ഭംഗിയല്ലേ. നമ്മൾ ഈ ഒരു സന്ധ്യാസമയത്തൊക്കെ ഇങ്ങനെ വെള്ളപ്പൂക്കൾ അല്ലെങ്കിൽ വെള്ളയില അങ്ങനെയൊക്കെ മുറ്റത്തോടെ കാണുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ അപ്പൊ ഞാൻ ആ ഡിസംബർ ലേഡി കുറെ അങ്ങ് മേടിച്ചു. പിന്നെ കുറച്ച് വലിയ വലിയ മുളകള്, പിന്നെ കുറച്ച് വലിയ അല്ലാത്ത ചെടികള്, അങ്ങനെ ഒറിജിനൽ ചെടികൾ തന്നെ, അങ്ങനത്തെ എല്ലാം മേടിച്ചു. അപ്പൊ അതെല്ലാം ഇങ്ങനെ വെട്ടി വാരി റീഅറേഞ്ച് ചെയ്യായിരുന്നു. ഓൾറെഡി മുകളിൽ നിറച്ച് ചെടികളുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റി ഇതെല്ലാം റീഅറേഞ്ച് ചെയ്യലും അങ്ങനെയൊക്കെ ഭയങ്കര പണികളായിരുന്നു കേട്ടോ കുറച്ച് ദിവസം. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് പാക്കിങ്ങും കൊറിയർ വിടൽ നടക്കുന്നുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടിയില്ല. അങ്ങനെ എല്ലാ ദിവസവും തന്നെ ഞാൻ കൊറിയർ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ഇനി നാളെ നമ്മൾ ബിസിയാണ്. നാളെ നമ്മൾ ഫ്ലവർ ഷോ കാണാൻ പോവാ. ഇവിടെ കൽപ്പറ്റ ഫ്ലവർ ഷോ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു നാളെ വിടാനുള്ളത് നമുക്ക് ഇന്നേ പാക്ക് ചെയ്ത് വെക്കാം. അപ്പൊ സ്വസ്ഥമായിട്ട് രാത്രി വരെ അങ്ങ് പാക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാം സ്വസ്ഥമായിട്ട് നാളെ കൊടുത്തു വിടാം. എന്നിട്ട് നമുക്ക് നേരെ നാളെ ഫ്ലവർ ഷോയ്ക്ക് പോകാം. അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ഓരോരുത്തർ എന്തൊക്കെയാണ് മേടിച്ചെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും, എന്തൊക്കെ മേടിക്കാം, എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്നൊക്കെ കുറേയൊക്കെ നമ്മൾ മേടിക്കുന്നവരെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് കണ്ടോ, ദോശക്കല്ലിലൊക്കെ എണ്ണ വരട്ടാൻ പറ്റുന്ന നല്ല കോക്കനട്ടിന്റെ ചകിരി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ കൂട്ടുകാരെ, നല്ല മനോഹരമായ സ്റ്റോണിന്റെ ഒരു നെക്ലേസ്. നമ്മൾ ആഭരണങ്ങൾ സെയിലുണ്ട് കേട്ടോ. അതൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഭംഗിയുള്ളതാണ്. അങ്ങനെ നല്ല സ്റ്റോണിന്റെ നെക്ലേസ് ആണിത്. അമേസിംഗ് ആണ്. ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഈ നെക്ലേസ് ഒക്കെ ഇടുന്ന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് രസം. ഞാൻ ഇതൊന്ന് ഇട്ട് കാണിക്കാൻ. ജസ്റ്റ് ഇതുപോലെ ഭംഗിയുള്ള എത്ര ഡിസൈനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെന്ന് അറിയോ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് വരൂ കേട്ടോ. കാറ്റലോഗ് കയറി നോക്കിക്കോളൂ. അടിപൊളിയാണ് കൂട്ടുകാരെ, അടിപൊളിയാണ്. സാരീന്റെ ഒക്കെ കൂടെ നല്ല ഭംഗിയായിട്ട് ചേർന്ന് പോകും. സാരി മാത്രമല്ല, ഫുൾ പാവയുടെ ബ്ലൗസോ അല്ലെങ്കിൽ മിഡി ടോപ്പിന്റെ ഒക്കെ കൂടെ ചേർന്ന് പോകും. ഈവൻ നമുക്ക് എന്താ പറയാ, ജീൻസിന്റെ ടോപ്പിന്റെ കൂടെ പോലും ട്രെൻഡി ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഭംഗിയുള്ള നെക്ലേസുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പിന്നെ അവര് മേടിച്ചേക്കുന്ന ഇത് ഹാൻഡ് ചെയിൻ ആണ്. ഇത് നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തരം വളയായിട്ടും ഒരു ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളത് അതിമനോഹരമാണ്. പിന്നെ മുടിയിലിടുന്ന ഹെയർ ബക്കിള് നല്ല രസമുണ്ട്. നടുക്കൊരു മുത്തും കൂടിയുണ്ട്. അതേപോലെ ഇതും അത് തന്നെയാണ്, ഹെയർ ബക്കിള് തന്നെയാണ്.
പിന്നെ ഇത് ഹെയർ ബക്കിൾ തന്നെയാണ്, നടുക്കൊരു മുത്തും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാധനമാണ് ഇത് മൂന്നും കേട്ടോ. ഇത് കൊറിയക്കാരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലക്കി ചെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ. കയ്യിലിട്ട് നല്ല ഭംഗിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ നല്ല മെറൂൺ കളറാണ്, നല്ല ഭംഗി ഉണ്ടാകും. എന്ത് ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇതുപോലെ ഇടുകയും ചെയ്യാം. അടിപൊളിയാണ്. നമ്മൾ ഇപ്പൊ എല്ലാവരും ഭയങ്കര ട്രെൻഡിങ് അല്ലേ ഇങ്ങനത്തെ ആഭരണങ്ങൾ ഇടുക എന്ന് പറയുന്നത്. വളയും മാലയും ചെയിനും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നല്ല രസം, ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ചായി പോകുന്ന വിധത്തില് ഇതിന് ലക്കി ചെയിൻ എന്നാണ് പറയുന്നത് കേട്ടോ. കൊറിയക്കാർ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് പോലും. അങ്ങനെ പക്ഷെ ലക്ക് അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനത്തെ വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സെയിലിനിട്ടേക്കുന്നത്. പിന്നെ അവര് മേടിച്ചിരിക്കുന്ന വയറ് നന്നായിട്ട് ഒതുങ്ങുന്ന വിധത്തിലുള്ള നല്ല പാന്റീസ് ആണ് കേട്ടോ. വലിയ വീതിയുള്ള അലാസ്റ്റിക് ആണ്. ഇതെല്ലാവരും മേടിക്കുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഒക്കെ പുറമേ ഒക്കെ പോകുമ്പോൾ നല്ല വയറ് ഒന്നോടെ ഒതുങ്ങി കിട്ടും. അപ്പൊ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് കുറച്ചും കൂടി ബോഡി ഷേപ്പ് ഫീൽ ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാന്റീസ് ആണ്. പിന്നെ ബ്രസ്റ്റിന് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പുള്ള പാഡഡ് അല്ല, ആ ഒരു രീതിയിലുള്ള ബ്രായും ഒരു മേടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് മേടിച്ചിരിക്കുന്ന ഇതുപോലത്തെ ഹാങ്ങർ ആണ് കേട്ടോ. 10 എണ്ണം നമുക്ക് കൊടുത്തിടാൻ നല്ല ബലമുണ്ട്, അത്ര ബലമുള്ളതാണ്. അപ്പൊ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു ഹുക്കും കൂടി അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വീണ് പോകത്തില്ല. ഇത് കണ്ടോ, ഇതിനിങ്ങനെ ഒരു സേഫ്റ്റി ഹുക്കും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ റിലീസ് ആക്കി എടുക്കാം. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും നമ്മൾ കൊടുത്തിട്ട് അത് വീണ് പോകത്തില്ല. അങ്ങനെ ഒരു സംഭവം കൂടിയാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ മൈക്രോ ഫിലിം മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും കബോർഡുകളിലും ഒക്കെ 3.5 മീറ്റർ ഉണ്ട്. നമുക്ക് മുറിച്ചിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഭയങ്കര നല്ലതാണ് ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാൻ. ഫ്രീസറിലും ഫ്രിഡ്ജിലും ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ കറികളോ പൊടിയോ ഒന്നും വീണിട്ട് ചീത്തയാവത്തില്ല. ഇതെടുത്ത് നമുക്ക് വാഷ് ചെയ്ത് ഒന്ന് കുടഞ്ഞാൽ അത് ഉണങ്ങിയും കിട്ടും. അതുപോലെ തിരിച്ചിടുകയും ചെയ്യാം. ഒരിക്കലും നശിച്ചു പോകത്തില്ല. മൈക്രോ ഫൈബറിന്റെ ഫിലിമാണ് കേട്ടോ. അപ്പൊ ഇത്രയും സാധനമാണ്. ഇത്രയും ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി സ്റ്റോറികൾ പറഞ്ഞു. അതുപോലെ എല്ലാ പ്രാവശ്യം പാക്ക് ചെയ്യുമ്പോൾ സ്റ്റോറി പറയണമെന്ന് എന്നോട് കുറെ പേര് വാട്സപ്പിൽ ആവശ്യപ്പെട്ടു കേട്ടോ. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതത്തിനെ കണ്ടതാണ് കേട്ടോ. ശരിക്കും ഞാൻ ഒരു പ്രാവശ്യം പ്രേതത്തിനെ കണ്ടു കേട്ടോ. അത് ശരിയാണോ പ്രേതമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പറയാം അതെന്താന്ന്. നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ എന്താ പറയാ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ സാധാരണ മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പൊ അവിടുത്തെ എല്ലാത്തരം പിള്ളേരും ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും പറയാൻ ഒരേ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, പ്രേതകഥകൾ. അങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോ ഒക്കെ നമ്മൾ പ്രേതകഥകൾ പറച്ചിലാണ് കേട്ടോ പ്രധാന സംഗതി. പ്രേതം ഉണ്ടെന്നുള്ള കഠിനമായ വിശ്വാസത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ അപ്പച്ചനൊന്നും ഒട്ടും വിശ്വാസമില്ല. പ്രേതമൊന്നുമില്ല, ആ ഒരു രീതി തന്നെയാണ് എപ്പോഴും പറയുന്നത്. പ്രേതം കണ്ണാകട്ട കോപ്പം ഉണ്ടായിരുന്നു, ആ ഒരു രീതിയിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ സ്കൂളിൽ നിന്ന് കേട്ട് പ്രേതം ഉണ്ടെന്നുള്ള കഠിനമായ വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ കേട്ടോ. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പേടി, അങ്ങനെ ഇരുട്ടിനെ പേടി, രാത്രി പേടി, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിട്ടാണ്, പേടിച്ചാണ് ഞാൻ വളരുന്നത് കേട്ടോ. അപ്പൊ ചെറുപ്പം മുതലേ ഈ പ്രേതകഥകൾ കേട്ട് പ്രേതം ഉണ്ടെന്നുള്ള കഠിനമായ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ വളർന്നു വരുന്നത് കേട്ടോ. അങ്ങനെ വളർന്നു 10ാം ക്ലാസ് വരെ. അങ്ങനെ അപ്പൊ എനിക്ക് ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. പകല് കള്ളന്മാരെ പേടി, രാത്രി ആയിട്ടുണ്ടെങ്കിൽ പ്രേതത്തിന് പേടി, അങ്ങനെ മൊത്തം പേടിയിലാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ വളർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് +2 ഒക്കെ കഴിഞ്ഞ ആ സമയത്ത് കുഴപ്പമില്ല, ഹോസ്റ്റലാണ്, എല്ലാവരും ഉണ്ട്, ഒന്നിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അപ്പൊ ആ രീതി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഒരു രീതി. പിന്നെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ പേടിയും കൊണ്ട് പോയിട്ട് വലിയ കാര്യമില്ല. കാരണം നമ്മുടെ പ്രൊഫഷൻ അതാണ്. ഒത്തിരി ഡെഡ് ബോഡി, പിന്നെ രാത്രി മോർച്ചറിന്റെ മുമ്പിൽ കൂടെയാണ് നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ പോകേണ്ടത്. നമ്മൾ പഠിച്ച സ്ഥലത്താണെങ്കിൽ മോർച്ചറി കടന്നിട്ടല്ലാതെ ഒരു സ്ഥലത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ആ ബിൽഡിംഗ് ഒക്കെ മാറ്റി പുതിയ സെറ്റപ്പ് ഒക്കെ വന്നിട്ട് ആ ഹോസ്പിറ്റലില്. പക്ഷെ പണ്ടത്തെ കാര്യത്തില് മോർച്ചറി കടന്നിട്ടല്ലാതെ നമ്മൾ കാഷ്വാലിറ്റി പോകണമെങ്കിൽ മോർച്ചറി, ആ ഫാർമസി പോകണമെങ്കിൽ, ബിൽ സെക്ഷനിൽ പോകണമെങ്കിൽ എന്തിനും നമ്മൾ മോർച്ചറിന്റെ മുമ്പിൽ കൂടെ പോകണം. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് ചിലപ്പം ഞങ്ങളിവിടെ പിന്നെ വയനാട്ടിലെ നഴ്സിംഗ് സ്കൂളൊക്കെ തുടങ്ങി 2ാമത്തെ ബാച്ചായിരുന്നേ. അപ്പം ആദ്യത്തെ ബാച്ച് 2ാമത്തെ ബാച്ചൊക്കെ 3rd ഇയർ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളെ കൊണ്ടാണ് പിന്നെ അവര് ഓടുന്ന ആ ഒരു സമയത്തൊക്കെ. അങ്ങനെ അധികം സ്റ്റാഫ് ഒന്നും പുറമേന്നില്ല. നമ്മളെ ഡ്യൂട്ടിക്കും ഒറിജിനൽ ഡ്യൂട്ടിക്ക് തന്നെ നമ്മളെ ഇടും. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ രാത്രി നമ്മൾ 2 പേര് വെച്ചാണ് മിക്ക സ്ഥലത്ത്, ചില സ്ഥലത്ത് ഒരാളെ അങ്ങനെയൊക്കെ ഡ്യൂട്ടിക്കിടും. അങ്ങനെ തിരക്കില്ലാത്ത സ്ഥലത്ത് അങ്ങനെ 2 പേരെ വെച്ച് നമ്മൾ തന്നെ സീനിയറിനെ നമ്മളെ കൂടി ആയിരിക്കും രാത്രി ഡ്യൂട്ടിക്കൊക്കെ ഇട്ടേക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും പോയേ പറ്റൂ. ഓരോരോ ആവശ്യത്തിന് ഫ്രണ്ട് ഏരിയയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മോർച്ചറി പാസ് ചെയ്തിട്ട് പോകണം. അങ്ങനെ പോയി നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ മോർച്ചറിന്റെ അടുത്തോടെ പിന്നെ നമുക്കത് പേടിയൊക്കെ കുറഞ്ഞു വന്നു. പിന്നെ ഒത്തിരി മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് ചോരയും മരണവും പിന്നെ ആദ്യം വ്യാധിയും ഒക്കെ കണ്ട് നമുക്ക് ആ പേടിക്കാൻ സമയമില്ല എന്ന് പറയാം. അതേ രീതിയിലേക്ക് നമ്മുടെ പേടി കുറഞ്ഞു വന്നു. അതുമല്ല ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മച്ചറായി. ഇങ്ങനത്തെ
ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പൊട്ടക്കഥകളൊന്നും വിശ്വസിക്കാത്ത ഒരു രീതിയായി. പ്രേതം ഉണ്ടെന്നൊന്നും പറഞ്ഞാൽ നമുക്ക് അത്ര പേടിയോ വിശ്വാസമോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സമയമായി. ആ സമയത്ത് നമ്മൾ ടീനേജ് ആയല്ലോ, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പൊ നമ്മുടെ പേടി ആ കൂടെ കുറഞ്ഞു വരും ആ രീതി. പിന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡുമാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ച സ്ഥാപനത്തിലാണെങ്കിൽ ഒത്തിരി പോസ്റ്റ്മോർട്ടം നടക്കാറുണ്ട് കേട്ടോ. അവിടെ എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം എന്ന് വെച്ചാൽ എംബാം ചെയ്യുന്ന രീതി. അതായത് ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ വരണം കാണണം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മള് പിന്നെ മരിച്ചുപോയവരെ നമ്മള് പിന്നെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളവിടെ ഐസൊക്കെ ഇട്ട് നിറച്ചിട്ട് പഞ്ഞി ഐസ് അങ്ങനെയൊക്കെ ഇട്ട് നിറച്ചിട്ട് എംബാം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒത്തിരി കേസുകൾ അങ്ങനെ വരും കേട്ടോ. അപ്പൊ അത് പോസ്റ്റ്മോർട്ടം പോലെയാണ്. അപ്പൊ നമ്മൾ സർജൻ എന്ത് ചെയ്യും, സർജന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഈ എംബാം ചെയ്യേണ്ട കേസുകൾ വരുമ്പോ ഒക്കെ അപ്പൊ ഇങ്ങനെ എംബാം ചെയ്യേണ്ട കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ലേറ്റ് ആണെങ്കിലും സർജൻ എന്ത് ചെയ്യുമെന്നറിയോ, എല്ലാവരെയും വിളിപ്പിക്കും. എന്നിട്ട് നമ്മള് പോസ്റ്റ്മോർട്ടത്തിന്റെ ആ റൂമില് മൊർച്ചറിയില് ഒരു റൂം ഉണ്ടല്ലോ. അപ്പൊ ആ റൂമില് നമ്മള് പിന്നെ ഇങ്ങനെ എല്ലാം പഠിപ്പിക്കുക. അങ്ങനെ സർജന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമ്മളെ എത്ര പാതിരാത്രി വരെ ആണെങ്കിലും അവിടെ നിന്ന് പഠിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ സർജൻ നമ്മുടെ ടീച്ചറും കൂടിയാണ്, നമുക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് ഓൾറെഡി. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളെല്ലാം പിന്നെ ഡ്യൂട്ടി അറ്റ് പ്രസന്റ് ഡ്യൂട്ടി ഇല്ലാത്ത എല്ലാവരും ഹോസ്റ്റലിലുള്ള എല്ലാവരും വരണം നിർബന്ധമാണ്. അപ്പൊ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ മോർച്ചറിയിൽ നിന്നിട്ടാണ് നമ്മൾ ഈ എംബാം ചെയ്യുമ്പോൾ എല്ലാം ഈച്ച് ആൻഡ് എവരിത്തിങ് നമ്മളിങ്ങനെ പഠിപ്പിക്കും, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂളിൽ പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ഥാപനം പുതിയതായതുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി എന്താ പറയാ പിന്നെ ഇങ്ങനെ ഓർഗൻസ് ഒന്നും അങ്ങനെ ഇല്ല. അതിന് 2 വലിയ അസ്ഥി കൂടുണ്ട് കേട്ടോ, ഫുൾ ആയിട്ടുള്ള. ഒന്നൊരു 18 വയസ്സുള്ള ഒരു തൂങ്ങി മരിച്ചൊരു പെങ്കൊച്ചിന്റെ, പിന്നെ ഒരു മെയിൽ, അങ്ങനെ 2 അസ്ഥി കൂടെ ഫുൾ ആയിട്ട് നമുക്കുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ കുറെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഇങ്ങനെ പിന്നെ ലൈനിലിട്ട് വെച്ചേക്കുന്ന അങ്ങനത്തെ പ്രിസർവിംഗ് ലൈനിലിട്ട് വെച്ചേക്കുന്ന അങ്ങനെയുണ്ട് കേട്ടോ. എന്നാലും നമുക്കിങ്ങനെ എംബാം ചെയ്യുന്ന ആ ഒരു അങ്ങനത്തെ ഉള്ള ബോഡികളിൽ നിന്ന് നമുക്ക് പിന്നെ നമ്മളോട് ഡോക്ടർ പറയും ആവശ്യമുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഓർഗൻസ് അങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ ലൈനിൽ ഒഴിച്ചിട്ട് പിന്നെ റെഡിയാക്കി വെച്ചോളൂ, നമ്മുടെ ലാബിൽ കൊണ്ടുവച്ചോളൂ എന്ന് നമുക്ക് അനുവാദമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ ഈ എംബാം ചെയ്യുന്ന ഈ ബോഡിയിൽ നിന്ന് പിന്നെ ബക്കറ്റില് ചില ഓർഗൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ട് നമുക്ക് പ്രിസർവ് ചെയ്യണം നമുക്ക് ആഗ്രഹമുള്ള ആ ഒരു രീതിയിൽ ഇല്ലാത്തത്, നമ്മുടെ ലാബിൽ ഇല്ലാത്തത് അതൊക്കെ ഇപ്പോഴും വേണമെങ്കിൽ ആ ലാബിൽ ഉണ്ടാവും. അപ്പൊ നമ്മളല്ലേ സ്റ്റാർട്ടിങ് അവിടുത്തെ, അപ്പൊ ആ ഒരു സ്കൂളിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓർഗൻസ് ഒക്കെ നമ്മൾ അങ്ങനെ പ്രിസർവ് ചെയ്യും. ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കുകയും ചെയ്യാം, നമുക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ. പിന്നെ അതൊരു പിന്നെ എന്താ പറയാ, നമ്മുടെ ലാബിൽ നിറച്ച് നമുക്ക് ഇങ്ങനെ ഓർഗൻസ് ഇങ്ങനെ പിന്നെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ത്രില്ലും കൂടിയാ. കുറെ കഴിയുമ്പോൾ നമുക്കവിടെ ഇല്ലാത്ത ഓർഗൻസ് എല്ലാം നമുക്കിങ്ങനെ എംബാം ചെയ്യുന്ന അങ്ങനെ ബോഡിയിൽ നിന്ന് നമ്മൾ കിട്ടുന്ന എല്ലാം അങ്ങനെ പ്രിസർവ് ചെയ്ത് നമ്മൾ ലാബിൽ അങ്ങനെ വെക്കുക എന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഈവൻ എന്റെ അപ്പൻഡിസെക്ടമി ചെയ്തപ്പോൾ എന്റെ ഓർഗനും അവിടെ അവര് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറേ വർഷങ്ങളോട്. ഇപ്പൊ എനിക്കറിയത്തില്ല, എന്റെ ആ നഴ്സിംഗ് സ്കൂളിൽ ആദ്യമായിട്ട് പിന്നെ എന്താ നഴ്സിംഗ് സ്റ്റുഡൻസുകളിൽ ആദ്യത്തെ സർജറി എന്റെ ആയിരുന്നു അപ്പൻഡിസെക്ടമി. അപ്പം എന്റെ അപ്പൻഡിക്സും അതുപോലെ തന്നെ അവിടെ പ്രിസർവ് ചെയ്തു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ രാത്രിയാകുമ്പോ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ പിന്നെ പാത്രത്തിൽ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് അത് നന്നായിട്ട് വാഷ് ചെയ്യണം ആദ്യം. അപ്പൊ നമ്മുടെ ഹോസ്റ്റലിന്റെ അരികില് കോമ്പൗണ്ടിന്റെ തന്നെ അങ്ങേ അറ്റത്തായിട്ട് അവിടെ വലിയ അലക്കുകല്ലുകളും അഴകളും പിന്നെ പൈപ്പും സിസ്റ്റവും അവിടെയാണ് നമ്മൾ അലക്കുവും ഒക്കെ തുണികൾ യൂണിഫോം ഒക്കെ വിരിച്ചിടും അങ്ങനെയൊക്കെ ചെയ്യുന്നേട്ടാ. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ ഈ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ കഴുകിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ലാബിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ലൈനിലൊക്കെ ഇട്ട് പ്രിസർവ് ചെയ്ത് ബോട്ടിലിൽ പേരൊക്കെ എഴുതി ആരുടെ ആണെന്നുള്ളതും അവരുടെ പേരും ഏജും എന്ത് ഓർഗനാന്നുള്ളതും ഒക്കെ ലേബിൾ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് നമ്മൾ പോയി കുളിച്ച് അങ്ങനെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ പേടിയേ പോയി. പ്രേതം എന്നുള്ള പേടിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പോയിട്ടോ. അങ്ങനെ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പ്രേത പേടിയോ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇല്ല. ആ ഒരു രീതി പഠിത്തമൊക്കെ കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ജോലി അങ്ങനെ ചെയ്തൊക്കെ. പിന്നെ നമ്മള് തിരിച്ച് നമ്മൾ ഈ സൗദി അറേബ്യയിൽ ജോലിക്ക് പോകുമ്പോഴാണ് വീണ്ടും ഈ പ്രേതപ്പേടി കയറുന്നത് കേട്ടോ. അതിന് കാരണമാണ് അത് നമുക്ക് ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടും തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത വിശേഷം പറയുന്ന കൊടുത്തി പറയാം കേട്ടോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാന്ന് നമുക്കൊന്ന് നോക്കാം. 2 പിങ്കിന്റെ ലിബാം, 2 ബോഡി മോയ്സ്ചർ, ബ്യൂട്ടി മസാജ് ഓയില്, ഗരം മസാല 2 പാക്കറ്റ്,
കറി മഞ്ഞൾ 2 പാക്കറ്റ്, ഇത്രയാണ്. അപ്പൊ ഇത്ര ഞാനൊന്ന് പാക്ക് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 ഹെയർ ഓയിൽ ആണ് കേട്ടോ. അപ്പൊ ഇത് താരം പോകാനും മുടി പൊഴിച്ചിൽ കുറയാനും ഒക്കെ ഒത്തിരി നല്ലതാണ്. നല്ല ആയുർവേദ മരുന്നുകളും വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. അപ്പൊ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പാക്ക് ചെയ്യട്ടെ. ഇതിലേക്ക് വെച്ച് വിടാം. എങ്ങനെ പൊട്ടിപ്പോയാല് ലീക്കായാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് പാക്ക് ചെയ്യണേ. ഇനി അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗീയും അതുപോലെ തന്നെ ഹണിയും ആണ് കേട്ടോ. അപ്പൊ അതും പാക്ക് ചെയ്യാം. കാട്ടുതേനാട്ടോ നമ്മൾ സെയിൽ ചെയ്യുന്നത്, ഒത്തിരി നല്ലതാണ്, എല്ലാവരും മേടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി കഴിക്കണ്ട, ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഒരു 1/2 ടീസ്പൂൺ വെച്ചൊക്കെ നമ്മൾ കഴിച്ചാൽ മതി. ആ ഒരു രീതിയിൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാനും അതുപോലെ ഒത്തിരി വിറ്റാമിനും മിനറലും ഒക്കെ ഉള്ള സാധനമാണ് ഹണി എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി കൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ വൈറ്റമിൻ എ, ധാരാളം വൈറ്റമിൻ എ കിട്ടും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഒത്തിരി നല്ലതാണ് ഹണി കഴിക്കുന്നത്. പക്ഷെ ഓവർ കഴിക്കുകയും ചെയ്യരുത് കേട്ടോ. എന്തൊക്കെയാണെങ്കിലും ബേസിക്കലി ഇത് ഷുഗർ ആണല്ലോ. ഇനി കുറെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഓരോരുത്തർ ആവശ്യപ്പെട്ടത് ഞാൻ ഒന്നിച്ച് എടുത്തുകൊണ്ട് വന്നാണ് കാണിച്ചു തരാം. കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ ഓരോ ലിപ് ബാമും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഇതിൽ പാക്ക് ചെയ്യണം. പിന്നെ ഇവരാവശ്യപ്പെട്ടിരിക്കുന്നത് 2 ബോഡി മോയ്സ്ചർ ആണ്, അത് 2 എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ആൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പിന്നെ ബ്യൂട്ടി ഓയിലും ബോഡി മോയ്സ്ചറും 2 ലിപ് ബാമും ആണ്. അത് ഒന്ന് പിങ്കും ഒന്ന് നൂഡും ആണ്. അപ്പൊ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ആള് ലിപ് ബാം, പിങ്ക്, ബോഡി മോയ്സ്ചർ, പിന്നെ ഫേസ് വാഷ് പൗഡർ അത്. അപ്പൊ അത് പാക്ക് ചെയ്യണം. പിന്നെ നമുക്ക് വേറൊരാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫേസ് വാഷ് പൗഡറും പിങ്ക് ലിപ് ബാമും ആണ്. അപ്പൊ ഇത് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പൊ ഇതെല്ലാം ഞാൻ ഓരോന്നോരോന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടോ. അപ്പൊ ഞാൻ കുറേയൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഇനി ബാക്കിയുള്ള നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ പക്ഷിക്കുഞ്ഞ് മോളി കിടന്ന് ഭയങ്കര കരച്ചിലിട്ടോ. അപ്പൊ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷെ എന്റെ മൈക്ക് കൊത്തുവന്ന് പേടിയാ, സൗണ്ട് ഒന്നും അത് എടുക്കരുത്. മൈക്ക് വർത്താനം പറയുമ്പോ പിടിക്കാനുള്ള മൈക്ക് വർത്താനം പറയുമ്പോ പിടിക്കാനുള്ള അമ്മയ്ക്ക്. ഡാൻസ് കളിച്ചോടുത്തേ, ഡാൻസ് കളിച്ചേ. ഇങ്ങനെ ആടി ഡാൻസ് കളിക്കും. ഞാൻ ലാലാ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ്. ഇങ്ങനെ കുറേ വട്ടത്തിലാടിയിട്ട് പിന്നെ നമ്മുടെ മുഖത്ത് വന്ന് ഭയങ്കര ഒരുമലൊക്കെ, അങ്ങനെയൊക്കെയാ ഡാൻസ്. മുത്തേ അത് പിടിക്കില്ലേ, അത് കടിക്കില്ലേ, അമ്മ കൊണ്ടുവിടൂ കേട്ടോ. അടങ്ങിയിരിക്കുകയാണെങ്കിൽ നിന്നെ കൂട്ടാം, ഇവിടെ ഇരുത്താം. എനിക്ക് നിന്നെ ഞാൻ മോളി കൊണ്ടുവിടും. മൈക്ക് എടുക്കരുത് കേട്ടോ, മൈക്കെ കൊത്തല്ലേ കേട്ടോ. ഡാൻസ് കളിച്ച് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ പറ്റുമോ? ലാലാല ഒയ്യോ കാറ്റ് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ അടുത്ത കസ്റ്റമർ മേടിച്ചത് എന്താന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാൻ കൂട്ടുകാരെ. എന്നിട്ട് ഞാൻ 2 കൂടി ഒന്നിച്ച് പാക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്തത് ഇത് കണ്ടോ, മരത്തിന്റെ തവിയാണ്, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതിന്റെ തന്നെ ഒരു മീഡിയം തവി, കറിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. പിന്നെ ന്യൂഡ് കളറ് ലിപ് ബാം മേടിച്ചിട്ടുണ്ട്. ഇത് ബുദ്ധ സ്പൂൺ എന്ന് പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ. മരത്തിന്റെ തന്നെയാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും ഈ ചായപ്പൊടി, കാപ്പിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനത്തെയാണ്. പിന്നെ ഞാനുണ്ടല്ലോ തേങ്ങാക്കപ്പിച്ച് കുത്തരും. അവിടെ ഇരുന്നു. ഇത് തേങ്ങാക്കമ്പിട്ടോ ഒരിടയ്ക്ക് നമുക്ക് തീർന്നു പോയായിരുന്നു, അത്ര ഓർഡർ വന്ന്. ഇത് രണ്ടാമത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കൂട്ടുകാരെ. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി പായസത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഒന്ന് കുത്തി എടുക്കണമെങ്കിൽ അടിപൊളിയാണ്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി, തേങ്ങ ഇങ്ങനെ വിട്ടു പോരൂട്ടോ. ആ ഒരു രീതിയിൽ അടിപൊളിയാണ്. അപ്പൊ ഇത് പിന്നെ നമ്മുടെ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ അതാണേ. ഇത് നമ്മുടെ ബ്യൂട്ടി ഓയിൽ അറിയാലോ, എല്ലാവരും മേടിക്കുന്നുണ്ട്. നീ കൊത്തരുത്. ഇത് നമ്മുടെ വെട്ടിവേർ റൂട്ട് പൗഡർ, അത് നല്ല സ്മെല്ലിന് വേണ്ടി എല്ലാവരും മേടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, മുഖത്തെ പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ ഒന്ന് മാറി അടിപൊളിയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇത് നമ്മുടെ ഔഷധ കോഫിയാണ്, കോഫി ക്യൂബ്സ് ആണ് കേട്ടോ. 8 ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നതാണ്. അടിപൊളിയാണ്. ആവശ്യമുള്ളവരൊക്കെ മേടിച്ചോളൂ കേട്ടോ. ഗീ പിന്നെ എല്ലാവരും മേടിക്കുന്നുണ്ട്. എല്ലാവരും ഗീയും ഹണിയും ഒക്കെ എല്ലാവരും മേടിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഹെൽത്ത് നോക്കുന്ന എല്ലാവരും മില്ലറ്റും ഗീയും ഹണിയും മേടിച്ചിരിക്കണം കേട്ടോ. അങ്ങനെയാണ്. കറിമഞ്ഞളും ഒക്കെ ശുദ്ധമായ കറിമഞ്ഞളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ. പിന്നെ അതായത് വയനാടൻ കൊടംപുളിയും വാളംപുളിയും നമ്മൾ സെയിലുണ്ട്. ഇതിപ്പോ കൊടംപുളിയാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല പുകയത്തുണങ്ങിയ കൊടംപുളിയാണ്. എന്തോ കാണിക്കുന്നേ. ഇനി നമുക്ക് നമ്മുടെ അടുത്ത കസ്റ്റമർ എന്തൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം.
ഇനി നമ്മുടെ അടുത്ത കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗരം മസാല എല്ലാവരും മേടിക്കുന്നുണ്ട്. ഒത്തിരി നല്ലതാണ്. നമ്മൾ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാലയാണ്. ഫിഷ് കറി ഒഴിച്ച് ബാക്കി എല്ലാ കറികൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുട്ടക്കറിക്കും ഏതൊക്കെ കറികൾക്കാണോ വെജും നോൺ വെജിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഗരം മസാല എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അവര് 2 ബോഡി മോയ്സ്ചർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ അവര് ആശാളിയേരിയും കരിഞ്ചീരകവും. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള സ്ലൈഡാണ്, ഞാനിപ്പോ കുത്തിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഏത് ഏജുകാർക്കും കുത്താൻ പറ്റുന്ന വിധത്തില് ഭംഗിയുള്ള 2 സ്ലൈഡുകളാണ്. നല്ല രസമുണ്ട്, ഏത് ഡ്രസ്സിന്റെ കൂടെ മാച്ചായിപ്പോ. പിന്നെ അവര് ഇതുപോലെ ഹെയർ ബക്കിൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഗീ മേടിച്ചിട്ടുണ്ട്, ബ്യൂട്ടി ഓയിൽ മേടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഹെവി പാഡഡ് ആയിട്ടുള്ള 38ന്റെ ബ്രായാണ്. ബ്രസ്റ്റ് സൈസ് ഒക്കെ കുറവുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ വളരെ നല്ലതായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഹെവി പാഡഡ് ബ്രായാണ്. പിന്നെ അവര് വെറ്റിവർ റൂട്ട് പൗഡറും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന സ്റ്റോറിന്റെ ബാക്കി പറയാം. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ ഞാൻ സൗദി കല്യാണമൊക്കെ കഴിഞ്ഞ് കൊച്ചിനൊരു 2.5 വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ സൗദി അറേബ്യയിൽ ജോലിക്കായിട്ട് പോയിട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആക്ച്വലി സൗദി അറേബ്യയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രേതപ്പേടി പിന്നെ ചെകുത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ അവർക്ക് നല്ല പേടിയുള്ളവരാണ് കേട്ടോ. ഇങ്ങനെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒക്കെ പ്രേതം ഉണ്ടെന്ന് കഠിനമായിട്ട് ദൈവമുണ്ട്, ആ കൂടെ പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അപ്പൊ ഒത്തിരി സ്റ്റോറികൾ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഉപരി ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, പാകിസ്ഥാനി അനസ്തറ്റിസ്റ്റ് ആണ്. എന്റെ ദൈവമേ, ഞങ്ങളെ പ്രേതങ്ങളുടെ കാര്യം പുള്ളിക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ പ്രേതമുണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഡോക്ടറാണ്. പുള്ളിയുടെ വിശ്വാസം പുള്ളി ബാക്കിയുള്ളവരെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യും. അതുമാണ് എപ്പോഴും ഈ കാര്യം പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഒത്തിരി അങ്ങനെ. അപ്പൊ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു പേടിയൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ അവിടെ രാത്രിയാകുമ്പോൾ നമുക്ക് ഒത്തിരി കേസുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും ആദ്യം നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തണ്ടേ. അങ്ങനെ ഓടി വന്നെത്തി നമ്മൾ ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ടാ പോവുക. അപ്പൊ തിരിച്ചു വന്ന് നമ്മളെല്ലാം ലൈറ്റുകൾ വിടണം. ഒത്തിരി മരണമൊക്കെ നടന്ന ഒരു തിയേറ്റർ ആണല്ലോ അത്. ഒത്തിരി മരണമൊക്കെ നടന്ന ഒരു പ്ലേസ് ആണല്ലോ അത്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ പറയാം, ജനനവും മരണവും ഒത്തിരി നടക്കുന്ന സ്ഥലമാണല്ലോ. അവിടേക്ക് ഓടി വന്ന് ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും വന്ന ഒരു സാധനമൊക്കെ എടുത്തിട്ട് പോകണ്ട. അത് രാത്രി പകലൊന്നൊന്നുമില്ല. നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഡ്രഗ് ആണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപകരണമായിരിക്കും അത് എടുത്തു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഓടി വരുമ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ പേടി തോന്നിട്ട് ഈ ഡോക്ടർമാരാണ് പ്രധാനമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഡോക്ടറെ പ്രേതത്തിനൊക്കെ കുറേ സ്റ്റോറികൾ പറയാം. കുറെ കഴിയുമ്പോൾ ഞങ്ങൾ പറയും, ഡോക്ടർ പ്ലീസ് ഞങ്ങളോട് ഇങ്ങനെ പറയാതിരിക്കും. എന്നാലും ഡോക്ടർ ഞാൻ അടിച്ചേച്ചെന്ന് എന്തെങ്കിലും ഒരു കാരണം സബ്ജക്ട് ഉണ്ടാക്കി ഡോക്ടർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഡോക്ടറുടെ വിശ്വാസം നമ്മളെയും കൂടി ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ആ ഒരു രീതിക്ക്. അങ്ങനെ എന്നിട്ട് പിന്നെ ഒരിക്കൽ ഡോക്ടർ പറഞ്ഞോണ്ട് വന്നു, ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ റൂമിലൊക്കെ ഏത് റൂമിലാണ് ഏറ്റവും കൂടുതൽ പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നും പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഓർത്തു ഓക്കെ വേണ്ട, പിന്നെ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട. ആപ്പിന്റെ പേരും പറഞ്ഞു തന്നു കേട്ടോ. വൈകുന്നേരം ഇവിടെ നമുക്ക് ഇരിക്കപ്പെടുന്നില്ല കേട്ടോ, ഒന്ന് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലോ, ഇനിയിപ്പോ നമ്മുടെ റൂമിലൊക്കെ ഉണ്ടോ, പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടോ എന്നൊന്ന് നോക്കാമെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ കേട്ടോ. അപ്പൊ ഞങ്ങള് പരസ്പരം വിളിച്ചു ചോദിച്ചപ്പം അവരിൽ ചിലരൊക്കെ ഡൗൺലോഡ് ചെയ്തു ആ ആപ്പ്. അങ്ങനെ അപ്പൊ എനിക്കും ഭയങ്കര എന്താ പറയാ ഭയങ്കര ടെൻഡൻസി കേട്ടോ, ഓക്കെ ഒന്ന് നോക്കാം എന്നൊക്കെ ഓർത്ത്. എന്നിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്തു രാത്രിയായപ്പോ. കഷ്ടകാലത്തിന് അന്നാണെങ്കിൽ എന്റെ റൂമിലുള്ള 2 പിള്ളേരും നൈറ്റ് ഡ്യൂട്ടിക്ക് പോയേക്കാം, ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പൊ ഞാനത് ഓക്കെ ലൈറ്റ്, അവര് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ സാധാരണ ലൈറ്റ് ഇട്ടിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ എപ്പോഴും നമുക്ക് കോള് വരും, ആ ഡിം ലൈറ്റ് ഇട്ടിട്ട് കിടക്കും. എപ്പോഴും നമുക്ക് കോള് വരും. അപ്പൊ നമ്മളെടുത്ത് പിന്നെ പെട്ടെന്നാണ് നമ്മൾ തിയേറ്ററിൽ പോകേണ്ടി വരും, കേസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എവിടെ തടഞ്ഞു വീണ്ടാന്നോർത്ത് അല്ലെങ്കിൽ ഞാൻ ഡിം ലൈറ്റ് ഇട്ടിട്ടാണ് എപ്പോഴും കിടന്നുറക്കുക. അത് ഇപ്പോഴാണെങ്കിലും അതെ അപ്പോഴാണെങ്കിലും അതെ അങ്ങനെ തന്നെ. അങ്ങനെ അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ എന്ത് പേടിക്കാനാ, അവര് ഞാനിപ്പോ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ പ്രേതമൊന്നും ഇല്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഞാൻ ജീവിക്കുന്നില്ലേ, അപ്പൊ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും പറഞ്ഞാലും ഒന്ന് നോക്കാം, വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നോക്കാന്ന് ഓർത്തിട്ടാണ് ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടോ. സത്യം പറയാനും കൂട്ടുകാരെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ അത് മൊബൈലുമായിട്ട് നമ്മളിങ്ങനെ റൂമിൽ നടന്നിട്ടുണ്ടെങ്കിൽ ചില സ്ഥലത്ത് എത്തുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബീപ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബീപ്പ് അടിക്കൂട്ടാ. അങ്ങനെ പിന്നെ ചില സ്ഥലത്ത് എത്തുമ്പോൾ അത് കണ്ടിന്യൂസ് കിടന്ന് കാറ് കരയാൻ തുടങ്ങും ആപ്പട്ട. അങ്ങനെ എന്തൊരു കൊപ്പാണെന്ന് അറിയത്തില്ല, എന്തൊരു കഷ്ടമെന്ന് വെച്ചാൽ അത് കഴിഞ്ഞപ്പോ പേടി കയറാൻ തുടങ്ങി. ആദ്യം കേട്ട് കഴിഞ്ഞപ്പോ പേടി കയറാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ലാതിരുന്ന എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോ പേടി. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരെ വിളിച്ചു കേട്ടോ. അപ്പൊ നോക്കുമ്പോ എല്ലാരും ഇതേ അവസ്ഥ തന്നെ. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയൊക്കെ ചില സ്ഥലത്ത് ഒരു കുഴപ്പമില്ല, ബീപ്പ് അടിക്കത്തേയില്ല, ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് ബീപ്പ് അടിക്കുന്നു.
അങ്ങനെ നോക്കുമ്പോ എന്റെ ബെഡിന്റെ അടുത്ത് നോക്കുമ്പോ ഭയങ്കരമായിട്ട് പീ പിടിക്കാം. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊക്കെ ഒരു പേടി കയറി തുടങ്ങി കേട്ടോ. എന്റെ ദൈവം, ഇതേ നേരത്താണോ ഇതൊക്കെ കേട്ടിട്ട് ഈ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയ. പിന്നെ ആ ആപ്പിനെ കുറിച്ച് കുറെ ഇങ്ങനെ സെർച്ച് ഒക്കെ ചെയ്തപ്പോ കുറെ പേര് പറയുന്നു ഇത് കറക്റ്റാന്ന്, കുറെ പേര് പറയുന്നു ഇതല്ല, ഇത് വെറും ഇതാണ്, അന്ധവിശ്വാസമാണ്, ആ രീതി. അങ്ങനെ എനിവേ കിടന്നുറങ്ങി. എന്ത് ചെയ്യാൻ പറ്റും, ഉറങ്ങാതിരിക്കാൻ പറ്റില്ലോ. അങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ ഭയങ്കര ചർച്ചയും ഡിസ്കഷൻ ആയിരുന്നു ഇതിനെ കുറിച്ചിട്ടോ. പിന്നെ പ്രേതത്തിന്റെ സബ്ജക്റ്റുകൾ തന്നെയായിട്ടോ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സൗദി ബോയ്സ് ആണെങ്കിൽ അവർക്കാണെങ്കിൽ ഭയങ്കര വിശ്വാസമാണ് പ്രേതം ഉണ്ടെന്ന്. അവരും അങ്ങ് ഉറപ്പിച്ചങ്ങ് പറയാം കേട്ടോ. അവര് പ്രേതത്തെ കണ്ട ഹിസ്റ്ററികളും അതും ഇതും എല്ലാം പറയാട്ടോ. ഇങ്ങനെ അപ്പൊ വീണ്ടും മനസ്സിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പ്രേതപ്പേടി കയറി തുടങ്ങി കേട്ടോ. അങ്ങനെയൊക്കെ പിന്നെ അത് വിട്ടു. ഓക്കെ, കുറെ കഴിഞ്ഞപ്പോ ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ മനസ്സിൽ തന്നെ നമ്മൾ ധൈര്യപൂർവ്വം ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ തന്നെ നമ്മള്, അങ്ങനെയാണെങ്കിൽ എത്രയോ തവണ നമ്മളിപ്പോ ഉപദ്രവിച്ചേക്കണേ. ഞാൻ അങ്ങനെ ലോജിക്കായിട്ട് ചിന്തിക്കാൻ തുടങ്ങി കേട്ടോ. എത്രയോ തവണ നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, പോകുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുന്നു. പിന്നെ ഹോസ്പിറ്റലാണ്, ഒത്തിരി ദുർമരണങ്ങളും മരണങ്ങളും നടന്ന സ്ഥലമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെല്ലാം ഉപദ്രവം ഇതിനു മുമ്പ് ഉണ്ടായേനെ. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് 2 അസ്ഥി കൂടെ ഉള്ളതിനെ നമ്മള് മിക്ക ദിവസവും നമുക്ക് ഈ പിന്നെ വൈവയൊക്കെ വരുമ്പോൾ നമുക്കത് ഫുൾ അല്ലെങ്കിൽ പഠിക്കാൻ നേരത്തും ഇപ്പൊ തലയോട്ടിയാണെങ്കിൽ തലയോട്ടിക്ക് തന്നെ എന്തോരം നമുക്ക് പഠിക്കാനുള്ള. ഞാനിപ്പോ ഒരു പടം കാണിച്ചു തരാം കേട്ടോ. ഈ തലയോട്ടിന്റെ ഇത്രയും പാർട്ടുകളെ കുറിച്ച് നമ്മൾ ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മൾ കാണാപ്പാടെ പഠിച്ചിരിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഏത് എല്ലും കഷ്ണം എടുത്താലും ഏത് അവയവം എടുത്താലും അതേക്കുറിച്ച് ഒരു പുസ്തകം മുഴുവൻ പഠിക്കാനുണ്ട്. അത്രയും പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രാത്രി ആകുമ്പോ നമുക്ക് അനുവാദം ഇല്ല ആക്ച്വലി നമ്മുടെ ലാബിൽ നിന്ന് ഈ അസ്ഥികൂടത്തിന്റെ ഒരേ പാർട്ട് എടുത്തുകൊണ്ട് പോയിട്ട് റൂമിൽ വെച്ച് പഠിക്കാനുള്ള അനുവാദം ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പിന്നെ ക്ലാസ്സിലിരുന്ന് മാത്രം ക്ലാസ്സിലിരുന്ന് പഠിച്ചാൽ മാത്രം ഒന്നും അത് നമ്മുടെ തലയിൽ കയറത്തില്ല. പ്ലസ് നമുക്ക് റൂമിൽ കൊണ്ടുപോയി പഠിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഞങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ജിജിയും ബാക്കിയെല്ലാം ഷാൻഡിയും ബാക്കി എല്ലാവരും എന്റെ കൂട്ടുകാരികളെല്ലാം ഓർക്കുന്നുണ്ടാവും. പിന്നെ നമ്മളത് ഓരോ പാർട്ടായിട്ട് നട്ടലും പിന്നെ ഓരോ കൈയും കാലും ഇടുപ്പും ഒക്കെ ഓരോരുത്തരും എടുത്തോണ്ട് പോകും. ഒറിജിനലാന്ന് ഓർക്കണം കേട്ടോ, ഒറിജിനൽ. അപ്പൊ തലയോട്ടി ഒരാൾ എടുക്കും, എല്ലാം എടുത്തോണ്ട് പോകും ഓരോരുത്തര്. കൈയും കാലും എല്ലാം അസ്ഥികൂടത്തിന്റെ ഓരോ ബെഡേക്കടയായിരിക്കും രാത്രി. നമുക്കിങ്ങനെ ഒരു റൂമിൽ ആദ്യമൊക്കെ നമുക്ക് ഒരു വലിയ ഹാളായിരുന്നു കേട്ടോ. അവിടെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ 20 പേരുടെ ബെഡ് കേട്ടോ. 20 പേരായിരുന്നു ഒരു ബാച്ചില്. അപ്പം മിക്ക ദിവസവും സത്യം പറയാലോ കൂട്ടുകാരെ, ഓരോ അസ്ഥികൂടത്തിന്റെ ഓരോ പാർട്ടിന്റെ കൂടെ നമ്മൾ കിടന്നുറങ്ങുന്നത്. ചിലപ്പോ കൈയായിരിക്കും, ഇന്ന് ഒരാൾ കൈയെടുത്തെങ്കിൽ ഒരാൾ കാലായിരിക്കും എടുക്കുന്നത്, ഒരാൾ ഇടുപ്പായിരിക്കും, ഒരാൾ ആവയോ, ഇങ്ങനെ ഒരേ പാർട്ട് എടുക്കും. തലയോ ഒന്നും പറയണ്ട. പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയാ പാർട്ടുകൾ ഇങ്ങനെ മാല പോലെ കുറച്ചിട്ടുണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ ചിരട്ട മുട്ട് അങ്ങനെ എല്ലാം ഒറിജിനലാണ് കേട്ടോ. ഒറിജിനൽ അസ്ഥികൂടം തന്നെയാണ്. അപ്പൊ അതിന്റെ പാർട്ടുകൾ ഇങ്ങനെ മാല പോലെ കുറെ അങ്ങനെ ഉണ്ടാവും. ഫുൾ അസ്ഥികൂടായിട്ട് 2 അസ്ഥികൂടം നമ്മുടെ ലാബിലുള്ള കേട്ടോ. പിന്നെ അല്ലാതെ ഇഷ്ടം പോലെ പാർട്സ് നമുക്ക് ലാബില് നിറച്ച് ഇങ്ങനെ ഷെൽഫ് നിറച്ച് പാർട്സുകളുണ്ട്. ഇപ്പൊ പല പല തലയോട്ടികള്, പല പല കൈയിന്റെ ഇത്രയും പാർട്ട്, ഹാൻഡ്, പിന്നെ തോളല്, പിന്നെ തുടയല്, ഇടുപ്പ്, അങ്ങനെ ഒരേ കാൽപാദം, കാല്, അങ്ങനെ ഒരേ ഭാഗം ഇഷ്ടം പോലെ കിടപ്പുണ്ടാവും. കശേരിക്കള്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ രാത്രി കിടന്നുറങ്ങുമ്പോണ്ടല്ലോ കൂട്ടുകാരെ, ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കൂട്ടോ. മിസ് വന്ന് നോക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ വന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ്. ആ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയോ, ബെഡ്ഷീറ്റിന്റെ അകത്ത് നമ്മൾ ഇത് ഒളിപ്പിക്കും. എന്നിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ള മട്ടില് അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കണ വരെ നമുക്ക് പഠിക്കാം. 10:30 വരെ നമുക്ക് പഠിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി എഴുതാനുണ്ടാവും, റെക്കോർഡ് ചെയ്യാനുണ്ടാവും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ഒളിപ്പിക്കും. എന്നിട്ട് പിന്നെ എടുത്ത് പിന്നെ എല്ലാരും കൂടി ലൈറ്റ് ഓഫ് ആക്കിയിട്ട്, പിന്നെ അങ്ങനത്തെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. എത്ര നേരം വെളുക്കുന്നവരെ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നേരം വെളുക്കുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും, അറിയൂല. അത് ഇങ്ങനെ ഇരുന്ന് പഠിച്ച് ഓരോരുത്തരും പഠിച്ച് കിടന്നുറങ്ങി ഈ അസ്ഥികൂടത്തിന്റെ ഓരോ പാർട്ടും കെട്ടിപ്പിടിച്ച് അങ്ങനെ ചിലപ്പോൾ തലയോട്ടിയായിരിക്കും, ചിലപ്പം നട്ടലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ പാർട്ടുകളായിരിക്കും, കയ്യോ കാലോ അങ്ങനെയൊക്കെ തുടയോ ഒക്കെ കെട്ടിപ്പിടിച്ചിട്ട് കിടന്നുറങ്ങും. ഞാനൊക്കെ അങ്ങനെ എത്രയോ തവണ എത്ര മാല പോലെ കുറെ കോർത്തിട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എവിടെയെങ്കിലും മേത്തൊക്കെ കൊള്ളുമ്പോഴായിരിക്കും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അസ്ഥികൂടത്തിന്റെ കൂടെ കിടന്നുറങ്ങി. അങ്ങനെ നമുക്ക് അത്ര പേടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു പേടിയില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ, ആർക്കും പ്രേതപ്പേടിയോ അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാവർക്കും പഠിക്കുക, ജയിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇത്. അങ്ങനെയൊക്കെ. എന്നിട്ട് ഈ സൗദി അറേബ്യയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഈ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊരു പേടിയായി പോയോ. അന്നത്തെ ദിവസം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി ആ പേടിയൊക്കെ അങ്ങ് പോയി. പിന്നെ അത് മറവിലേക്ക് പോയിട്ടോ. എന്നാലും ഡോക്ടർ നിർത്തത്തില്ല.
ഓൾവേസ് നമ്മളോട് ഇങ്ങനെ പ്രേതകഥകൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ കൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമർ എന്തൊക്കെ ആവശ്യപ്പെട്ടെന്നുള്ളതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കഥ കണ്ടിന്യൂ ചെയ്യാം. ഇതാ നല്ല ഭംഗിയുള്ള ഒരു മൈക്രോ ഫൈബർ, പിന്നെ ഇതാ ഗീ, അതുപോലെ റൗണ്ട് ഫിഗർ, അതുപോലെ റൗണ്ട് പാഡഡ് അല്ലാത്ത റൗണ്ട് ഷേപ്പുള്ള ബ്രായ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയനാടൻ കരിമഞ്ഞൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കഥ പറയാം. എന്നിട്ട് പിന്നെ നമ്മൾ ആ സബ്ജക്റ്റ് ഒക്കെ വിട്ടു. അങ്ങനെയൊക്കെ മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഒരു ഇതുണ്ട്, പ്രേതമൊന്നും ഇല്ല എന്തോ അങ്ങനെ. ഡോക്ടർ ഇങ്ങനെ കുറേ സ്റ്റോറികൾ പറയും. ഡോക്ടർ പ്രാവശ്യം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഫാമിലി ഉണ്ട് ഇങ്ങനെ അങ്ങനെ ഭയങ്കര ഭീകരമായ ഒരു രൂപം വന്നിട്ട് ഡോക്ടറുടെ പിന്നെ സൈറ്റൊക്കെ മറച്ചിട്ട് വിജനമായ ഒരു ഏരിയയില് ഡോക്ടർ ഇങ്ങനെ മരുഭൂമിക്കടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഭയങ്കര എന്താ പറയാ, നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രയും വലിയ ഡോക്ടർ ശരിക്കും കണ്ടു എന്ന് പറയണേ. അങ്ങനെ നുണയെന്ന് പറയുന്ന ഡോക്ടർ അല്ല താനൂട്ടോ, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഡോക്ടറുടെ സ്റ്റോറി, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ട് ഡോക്ടർ പറയാ ഇത്രയും ഭീകരമായ ഒരു പക്ഷി പോലത്തെ, കഴുകൻ പോലത്തെ, അതിലൊക്കെ ഭയങ്കര വലുത്, ആ ഒരു കാറിന്റെ ഫ്രണ്ട് ഏരിയ മുഴുവൻ മറഞ്ഞ കാഴ്ചയെ മറയ്ക്കാൻ മാത്രം ആ കാറിന്റെ അത്രയും വലിപ്പമുള്ള ഒരു പക്ഷി ഇങ്ങനെ പറന്നിറങ്ങി ഡോക്ടറുടെ കാഴ്ച മൊത്തം അങ്ങ് മറഞ്ഞു പോയെന്ന്. എന്നിട്ട് അങ്ങനെ പക്ഷെ ഡോക്ടർ വണ്ടി സ്റ്റോപ്പ് ചെയ്യാതെ മുന്നോട്ട് തന്നെ എടുത്തു. പിന്നെ ആ പക്ഷി അങ്ങ് പറന്ന് അങ്ങ് ദൂരേക്ക് മാറിപ്പോയി. അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഒരു സ്റ്റോറി. പിന്നെ ഒരെണ്ണം ഡോക്ടർ ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വരുമ്പോ പിന്നെ റോഡിന്റെ നടുക്ക് ഇങ്ങനെ ഭയങ്കര സുന്ദരനായ ഒരു മനുഷ്യൻ പിന്നെ ഇങ്ങനെ നിൽക്കുവാന്ന്, എന്താ പിന്നെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഡോക്ടർക്ക് കണ്ടപ്പോ തന്നെ എന്തോ അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു. പിന്നെ അപ്പൊ ഡോക്ടറുടെ മുമ്പിൽ ഒരു കാർ പാസ് ചെയ്ത് പോയി. ദൂരേന്ന് ഡോക്ടർ കാണുന്നുണ്ട് ഇങ്ങനെ ഒരു രൂപം, നല്ല സുന്ദരനായിട്ടുള്ള ഒരു മെയിൽ, അങ്ങനെ ഭയങ്കര സൗന്ദര്യം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന പോലത്തെ തോപ്പ് എന്ന് പറയുന്നത് ഈ വെള്ള കുപ്പായ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റോഡിന്റെ നടുക്ക് തന്നെ നിൽക്കുക. അത്രയും വണ്ടികൾ ചീറി പാഞ്ഞു പോകുന്ന റോഡിന്റെ നടുക്ക് അങ്ങനെ ഒരാൾ നിൽക്കണമെങ്കിൽ സംതിങ് റോങ് ആയിട്ട് ഡോക്ടർക്ക് തോന്നിയത്. അപ്പൊ നോക്കുമ്പോ മുന്നിൽ പോയ കാറുകളൊക്കെ ഇതിനെ പാസ് ചെയ്ത് ഇങ്ങനെ പോവാന്ന്. പാസ് ചെയ്ത് പോകുമ്പോഴും ഇതിനൊരു കുഴപ്പവും വരുന്നില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയെന്ന്. ഇതിന് തട്ടി എന്നുള്ള മട്ടി പോകുമ്പോഴും ഇതങ്ങനെ തന്നെ നിൽക്കുകയെന്ന്. അപ്പൊ ഡോക്ടറുടെ വണ്ടി ഏകദേശം അടുത്തോട്ട് എത്താനായപ്പോഴും ഇതുപോലെ തന്നെ പിന്നെ ഈ രൂപം ഇങ്ങനെ റോഡിന്റെ നടുക്കായിട്ട് ഇങ്ങനെ കൈ വിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാന്ന്. വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുള്ള മട്ടില്. അപ്പൊ ഡോക്ടർ പിന്നെ പ്രേതത്തിന്റെ ഗവേഷണം നടത്തി നടക്കുന്ന ആളാണല്ലോ, പ്രേതം ഉണ്ടെന്ന് അത്ര വിശ്വസിക്കുന്നത്. ഡോക്ടർ എന്ത് ചെയ്തു, ഈ നിർത്താതെ റോഡിന്റെ നടുക്കാണ് ഈ രൂപം നിൽക്കുന്നത്, അതിനെ കവർ ചെയ്ത് പോയെന്ന്. ഇടിക്കുകയാണെങ്കിൽ ഇടിക്കട്ടെ, ആ ഒരു രീതിക്ക് ഇടിച്ച് അങ്ങ് പോയെന്ന്. ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഡോക്ടർ കുറേ മുന്നോട്ട് എടുത്തിട്ട് കാർ നിർത്താതെ തന്നെ ഡോക്ടർ ഇങ്ങനെ ഇത് ക്യാമറയൊക്കെ ഡോക്ടർക്ക് കാണാൻ ഈ രൂപം ചിരിച്ചോണ്ട് തന്നെ ഈ മനുഷ്യൻ അതുപോലെ തന്നെ ഈ വണ്ടീനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവന്ന്. അങ്ങനെയൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയട്ടോ, അങ്ങനെ പ്രേതമായിരുന്നു എന്നുള്ള മട്ടില്, പ്രേതമായിരുന്നു ആത്മാവായിരുന്നു എന്നുള്ള മട്ടില്. അങ്ങനെ ഡോക്ടർ ഇങ്ങനത്തെ പ്രേതകഥകൾ പറഞ്ഞ് കേൾക്കുമ്പോ നമുക്ക് നല്ല ഇൻട്രസ്റ്റാ. പക്ഷെ കുറെ നേരം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടി കയറും കേട്ടോ. എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെയൊക്കെ ഒരു ചെറിയ പേടി. പിന്നെ നമ്മൾ മനസ്സിൽ നിന്ന് അങ്ങ് വിടും. അങ്ങനെയൊക്കെ ആയിരുന്നു ഡോക്ടറുടെ ഇങ്ങനത്തെ സ്റ്റോറിയൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നത്. അങ്ങനെ അതേപോലെ 100 സ്റ്റോറി ഡോക്ടർ, അതേപോലെ പല സ്റ്റോറികളും ഡോക്ടർ ഇങ്ങനെ നമ്മളോട് പറയും കേട്ടോ. കേൾക്കുമ്പോ കേട്ട് നമ്മൾ ഇരിക്കും. കേട്ട് കഴിഞ്ഞിട്ട് ചില സമയത്തൊക്കെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി, പിന്നെ അത് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും. പിന്നെ നമ്മൾ മനസ്സിലോട്ട് നമ്മുടെ തിരക്കുകളും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ അത്ര വിശ്വാസം നമുക്കില്ലല്ലോ. ഓൾറെഡി നമുക്ക് പിന്നെ അത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അത്രയും പേടിയായിട്ട് നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കത്തില്ല. ഒരു നേരം ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മളതങ്ങ് മറക്കും. അങ്ങനെ അങ്ങ് പോകും. അപ്പൊ അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മില്ലറ്റ് 1 kg അതുപോലെ കസ്തൂരി മഞ്ഞളുമാണ് കേട്ടോ. മില്ലറ്റ് എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്രയും നല്ലതാണ്, നമ്മുടെ ഹെൽത്തിന് അത്രയും നല്ലതാണ്. ഹെൽത്ത് സൗന്ദര്യം ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം മേടിച്ച് കഴിക്കേണ്ടതാണ്. ഒരു മാസം നിങ്ങൾ 1 കിലോയുടെ ഒരു മില്ലറ്റ് മേടിച്ചാൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് അതില് 3 കിലോ പച്ചരിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ മില്ലറ്റ് കഞ്ഞിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, അത് നല്ല ടേസ്റ്റ് ആണ്. ആ രീതിയിൽ 5 തരം നല്ല ഔഷധ ഗുണമുള്ള മില്ലറ്റ്സിന്റെ 1 kg പാക്കറ്റ് ആണ് ഇത് കേട്ടോ. അപ്പൊ അത് പാക്ക് ചെയ്യട്ടെ. ആ കൂടെ നമ്മൾ
നമുക്ക് നമ്മുടെ കഥ പറയാം. എന്നിട്ട് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. അന്ന് പിന്നെ പകല് ഞാൻ അപ്പൊ നമ്മള് മിക്ക ദിവസം നമ്മൾ ഈ ഉച്ചയ്ക്ക് 1 hour നമുക്ക് ബ്രേക്ക് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല, കേസ് വന്ന അപ്പൊ തന്നെ കേസ്, അങ്ങനെയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സംബന്ധിച്ച് അങ്ങനെ ബ്രേക്ക് ഒന്നുമില്ല. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ലഞ്ച് ബ്രേക്ക് ഒന്നും പോലെയുണ്ട്. അപ്പം മിക്കൊരു ഹോസ്റ്റലിലേക്കും പോകും, അല്ലെ അവരുടെ വീടുകളിൽ പോകും. ഡോക്ടേഴ്സൊക്കെ അവരുടെ കോട്ടേഴ്സ് വീടുകളിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കും. നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നവർ ഹോസ്റ്റലിൽ പോകും, ആ രീതിക്കാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് മൈഗ്രെയിൻ തലവേദന ഉള്ളതുകൊണ്ട് എപ്പോഴും വെയിലും കൊണ്ട് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം നടന്ന് നമ്മുടെ ഹോസ്റ്റലിൽ വന്ന് പിന്നെ നമ്മൾ ഭക്ഷണം ചൂടാക്കി കഴിച്ചു. പിന്നെ അപ്പൊ തന്നെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നതേ ടൈം കഴിയും. പിന്നെ നമുക്ക് അടുത്ത ഡ്യൂട്ടിക്ക് കയറാനുള്ള ടൈം ആകും. അതിന്റെ ഇടയ്ക്ക് മിക്കപ്പോഴും കേസ് വരും. അപ്പൊ നമ്മൾ വെറുതെ വെയിൽ കൊണ്ട് നടന്നു വന്നു. പിന്നെ നമ്മൾ തിരിച്ച് അതുപോലെ അതേ സ്പീഡിൽ നമ്മൾ തിരിച്ചോടണം. അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇങ്ങനെ ഹോസ്റ്റലിലേക്ക് പോകാൻ. അപ്പൊ ഞാനിപ്പോഴും അവിടെ തന്നെ ഇരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഓട്ടോക്ലേവ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ, നമ്മൾ ഓട്ടോക്ലേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻസ്ട്രുമെന്റുകളൊക്കെ ഓരോരുത്തർ വന്ന് ഇങ്ങനെ മേടിക്കാൻ വേണ്ടി ക്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുകയാണെങ്കിൽ ആ ഭാഗം ക്ലിയർ ആവില്ല. അപ്പൊ അങ്ങനെ ആ ലഞ്ച് സമയത്തായിരിക്കും എല്ലാവരും ഫ്രീ ആവുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ വന്ന് അതിങ്ങനെ മേടിക്കുന്ന ആ ഒരു ഗ്യാപ്പും കൂടി. അപ്പൊ ഞാൻ എപ്പോഴും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ റൂം പൂട്ടിയിടും കേട്ടോ. നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്, ഒരു വലിയ വീട് പോലെ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ, എല്ലാ ഓപ്പറേഷൻ തിയേറ്ററും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ മെയിൻ ഡോർ പൂട്ടിയിടും. മെയിൻ ഡോറല്ല, മെയിൻ ഡോറിൽ നിന്ന് ഇങ്ങനെ കോറിഡോർ ഉണ്ട്. അത് കഴിഞ്ഞ് ഗ്ലാസിന്റെ ഒരു വിൻഡോ പോലത്തെ ഒരു ഡോർ ഉണ്ട്. ആ ഡോർ പൂട്ടിയിടും. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ച് നമുക്ക് പുറത്ത് നിൽക്കുന്നവരെ കാണാം. കിളിവാതിലുണ്ട്, അതിങ്ങനെ തുറന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കുവോ മേടിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാം. ആ രീതിയാണ്. അപ്പൊ നമുക്ക് പിന്നെ പരിചയമില്ലാത്തവരോ അല്ലെങ്കിൽ പിന്നെ ഒരു ഇതാരെ അകത്തോട്ട് ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്. ഡോക്ടേഴ്സും നമ്മുടെ എല്ലാവരുടെ അടുത്തും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കും ഓവറിന്റെ. അപ്പൊ ആവശ്യമുള്ളവർ ഡോർ തുറന്നിങ്ങ് വരും. നടുക്കത്തെ ഡോർ നമ്മൾ പൂട്ടിയേക്കുന്ന കീ നമ്മൾ മൂരിയെടുക്കും. അപ്പൊ നമ്മൾ അവനവന്റെ കയ്യിൽ കീയും കൊണ്ട് ആവശ്യമുള്ളവർ കയറി വരിക, ഇറങ്ങി പോവും, പൂട്ടും. ആ രീതിയായി എല്ലാവരും. നമ്മൾ പെൺപിള്ളേര് മാത്രം അവിടെ ഉള്ളപ്പോൾ ഡോക്ടർമാരും ആണെങ്കിലും എപ്പോഴും കീ പൂട്ടി പോവുള്ളൂ. അവര് നമ്മുടെ സേഫ്റ്റിയും കൂടി നോക്കും. അങ്ങനെയാണ്. അപ്പൊ രീതി. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ അന്നത്തെ ദിവസം കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ. ഞാൻ അവിടെ ഇരിക്കുക, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ കൊണ്ടുപോകും. ലഞ്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തലചായ്ച്ചൊന്ന് മയങ്ങുകയും ചെയ്യാം. ആ ലഞ്ച് സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയാൻ വേണ്ടില്ല. അങ്ങനെയൊക്കെ നമ്മുടെ പ്ലാൻ കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ പ്ലാൻ. അപ്പൊ ഞാനവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ അവിടെ ഇരിക്കുവാണ്. അപ്പം പിന്നെ ഇങ്ങനെ ഇതുപോലെ നമ്മള് പിന്നെ ഇതുപോലെ സാധനങ്ങൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ പാക്ക് ചെയ്യുന്ന റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. കുറെ ജോലി എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പൊക്കമുള്ളൊരു കസേര, ഇങ്ങനെ കറങ്ങുന്ന കസേരയുണ്ട്. ആ കറങ്ങുന്ന കസേരയിൽ ഇങ്ങനെ ഇരുന്ന് പിന്നെ മൊബൈലൊക്കെ നോക്കി പിന്നെ ബോറടിച്ച് ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ താടയ്ക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഇവിടെ വരാന്തയാണ്. വരാന്തേക്കൂടെ ഇങ്ങനെ ഒരാളിങ്ങനെ പാസ് ചെയ്ത് അകത്തോട്ട് കയറിപ്പോയി. അതെപ്പോഴും നടക്കുന്നേ, കാരണം എല്ലാവരുടെ അടുത്ത് കീ ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടേഴ്സ് വരുമ്പോൾ നേരെ അവർക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മെയിൻ OR-ലേക്ക് പോകേണ്ടി വരും. അപ്പൊ അവര് ഈ കോറിഡോറിൽ കൂടെ ഇങ്ങനെ അങ്ങനെ പാസ് ചെയ്ത് പോകും. ഉള്ളിലാണോ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ തന്നെയാണിത്. അപ്പം ഈ റൂമിന്റെ ഇവിടെ നമുക്ക് എപ്പോഴും കാണാം അങ്ങനെ അവരങ്ങ് പാസ് ചെയ്ത് പോകും. ചിലപ്പോൾ അവർ ലെറ്ററൊക്കെ എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഫയൽ എടുക്കാനായിരിക്കും, അവർ എന്തെങ്കിലും ആവശ്യത്തിന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറുന്നവര് അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ പോകും. അതിന്റെ പുറത്തുള്ള ആ ഒരു വശത്തേക്കൊക്കെ പോകുന്നതാണ്. അങ്ങനെ അപ്പം ചിലപ്പോൾ അവര് അപ്പൊ അവരങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു ഡോക്ടർ ആയിരിക്കുന്നേ. അപ്പൊ എന്നെ പാസ് ചെയ്തൊരു ഡോക്ടർ ഒരാളൊക്കെ പോയി, നല്ല പൊക്കമൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം ഞാനോടത്ത് ഒക്കെ ഈ പാകിസ്ഥാനി ഡോക്ടർ തന്നെയായിരിക്കും. പുള്ളിക്കാരൻ കുറച്ച് പൊക്കമുണ്ട്. പിന്നെ അവിടെ OT ടെക്നീഷ്യന്മാർക്കും ഒക്കെ പൊക്കമുള്ളവരും എല്ലാവരും ഉണ്ട്. അപ്പൊ ഞാനോടത്ത് അതിലായിരിക്കും ആയിരിക്കും. ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമല്ലേ. ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്തോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്റെ സൈഡ് കണ്ണികൂടെ എനിക്ക് ശരിക്കും കാണാം ഒരാൾ കടന്നു പോകുന്നത്. അത് എപ്പോഴും ഉള്ളത് പോലെ തന്നെ പോയിട്ട് അവർ കുറച്ചു നേരം കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചു പോരും. അങ്ങനെയാണ് അവരുടെ ആ പർപ്പസ് എന്താണോ അതിൽ പോയിട്ട് അതിൽ തന്നെ തിരിച്ചു വരും. ആ രീതിയാണ്. അപ്പം അത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോ ഞാൻ എന്തോ ആവശ്യത്തിന് എന്റെ പോക്കറ്റിൽ കൈയിട്ടപ്പോ എന്റെ പോക്കറ്റിൽ കീ ഇല്ല. അപ്പൊ എന്റെ മനസ്സിലോടി ഞാൻ കീ പൂട്ടിയിട്ട് എടുത്തിട്ടില്ല. ചില സമയത്ത് നമ്മൾ അങ്ങനെ മറന്നു. അങ്ങനെ വരുമ്പോൾ പുറമേ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഡോക്ടേഴ്സോ ആരെങ്കിലും സ്റ്റാഫുകൾ വരുമ്പോൾ അവർക്ക് കേട്ടിട്ട് കീ തുറക്കാൻ പറ്റാതെ ആകുമ്പോൾ അവർ അവിടെ നിന്ന് ബെല്ലടിച്ച് വെള്ളം വെക്കും. അല്ലെങ്കിൽ ഉറക്കം നമ്മളെ വിളിക്കും, ബിന്ദു എന്ന് പറഞ്ഞ് വിളിക്കും. അല്ലെങ്കിൽ സ്മിതയാണെങ്കിൽ സ്മിതേനെ വിളിക്കും, കീ എടുക്കുന്ന പറഞ്ഞ് ആ ഒരു ബഹളം ഉണ്ടാക്കും. അപ്പൊ നമ്മൾ വേഗം ഓടിച്ചെന്ന് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും അങ്ങനെ കീ അതിൽ നിന്ന് ഊരിയെടുക്കാൻ. അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിൽ കയറ്റപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ കീ എന്റെ പോക്കറ്റിലില്ല. ദാറ്റ് മീൻസ് കീ ആ ഡോറെ കിടക്കാം. പെട്ടെന്ന് ഞാൻ തോക്കി ഞാൻ കീ എടുത്തിട്ടില്ല. എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു കേട്ടോ.
അപ്പൊ എന്റെ മനസ്സിലോടി, അപ്പൊ പിന്നെ ഇതിൽ പാസ് ചെയ്ത് പോയത് ആരാന്ന് എനിക്ക് പേടി കയറിയത് ഞാൻ ഓർത്ത് കള്ളം കയറിയതാണേ. അപ്പൊ ഇനി വേറെ ബാക്ക് ഡോർ ഇങ്ങനെ തുറന്നെടുക്കണോ, ഓവറിനൊരു ബാക്ക് സൈഡിലൊരു ഡോറുണ്ട്, അത് പെർമനന്റ് ആയിട്ട് പൂട്ടിയിട്ടേക്കാണ്. അതിന്റെ കീ എന്റെ അടുത്തുമാണ്. അപ്പം അതൊരിക്കലും അങ്ങനെ ഡ്രഗിന്റെ കീ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അങ്ങനെ വളരെ അപൂർവം നമുക്ക് ഭയങ്കര വലിയ ഇൻസ്ട്രുമെന്റുകളൊക്കെ കൊണ്ടുപോകാനും, അതായത് ഈ ലാപ്രോസ്കോപ്പി സർജറി കൊണ്ടുവരുമ്പോ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ വലിയ ഇൻസ്ട്രുമെന്റുകൾ, വലിയ ട്രോളി ഇൻസ്ട്രുമെന്റുകൾ കൊണ്ടുവരുമ്പോ അതിനുവേണ്ടി മാത്രമേ ഞാൻ നമ്മൾ ആ ഡോർ തുറക്കാറുള്ളൂ ബാക്ക് സൈഡില്. അപ്പൊ അതിന്റെ കീ എന്റെ അടുത്തുവാ. അത് ഞാൻ പെർമനന്റ് ആയിട്ട് നമ്മളെ ഡ്രഗിന്റെ കീ എവിടെയും പോകാതിരിക്കാൻ വേണ്ടി ഡ്രഗിന്റെ കീ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനത് സൂക്ഷിച്ചേക്കുന്നത്. അങ്ങനെ അപ്പം അതല്ല, അപ്പൊ പിന്നെ ആരാ എനിക്ക് കള്ളനാണോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാനിങ്ങനെ പിന്നെ അപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നി കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ഓവാറില്, വേറെ ആരെങ്കിലും കയറി എന്നെ ഉപദ്രവിച്ചാൽ പോലും ഒരു മനുഷ്യക്കുഞ്ഞ് പോലും അറിയാൻ പോകുന്നില്ല. തലയ്ക്കൊരു അടി ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നാൽ ഞാൻ അവിടെ കിടത്തിയുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രേതത്തിൽ നിന്നുള്ള പേടിയേ എനിക്ക് പോകുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ഓടിപ്പോയിട്ട് ഞാൻ 1-2 ഡോർ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ മെയിൻ ഡോറിന്റെ അടുത്തോട്ട് എത്താൻ. ഞാൻ ഓടി ചെന്ന് നോക്കുമ്പോ കീ അവിടെ ഉണ്ട്, എന്റെ കീ അതേ ഡോറെ തൂക്കിയെടുക്കാം. അപ്പൊ ശരിക്കും എനിക്ക് വിറ കയറിട്ടോ. അപ്പൊ പിന്നെ ആരും ഉണ്ടല്ലോ, ഓവറിനകത്ത് ആരും ഉണ്ടല്ലോ. അപ്പൊ അതാരായിരിക്കും ഇങ്ങനെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് പോയി കേട്ടോ. അപ്പൊ പിന്നെ അതിന്റെ ഇപ്പുറത്തെ ഡോറ് ഓടി വന്ന് പൂട്ടി, അതും പൂട്ടണമെങ്കിൽ അകത്തുനിന്ന് പൂട്ടണം, അവിടെ കയറാൻ എനിക്ക് പേടിയായി തുടങ്ങി കേട്ടോ. അപ്പൊ ഞാൻ ഓർക്കണം ഓവറിനകത്ത് ആരും ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്നൊക്കെ നോക്കി. ഇനിയിപ്പം എന്ത് ചെയ്യണം, ഞാൻ യൂണിഫോം ഇട്ടേക്കണം. യൂണിഫോം ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി പുറത്തോട്ട് പോകാനും പറ്റത്തില്ല. അപ്പം വല്ലാത്തൊരവസ്ഥയായിട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള എന്റെ കൂടെയുള്ള പിള്ളേരെ വിളിച്ചു. അപ്പൊ പിള്ളേരെ വിളിച്ചാൽ അവർ ഓൾറെഡി വരുമായിരുന്നു. അപ്പൊ അവരും കൂടി വന്നു കേട്ടോ. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് പറഞ്ഞില്ല. അവരും കൂടി വന്നപ്പോ എനിക്ക് ധൈര്യമായി. ഓക്കെ, ഇത് പറയാതെ തന്നെ നിങ്ങൾ വരുവാണോ, നിങ്ങൾ വരാനായോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വരാനായോ എന്ന് ചോദിച്ചാൽ അപ്പൊ അവർ ആ ചേച്ചി ഞങ്ങൾ വരും, ഓൺ ദ വേ ആണല്ലോ എന്ന് പറഞ്ഞു. എന്താ കേസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഇവിടെ ഇല്ല, ചോദിച്ചതേ ഉള്ളൂ നിങ്ങൾ വരുവാണോ എന്ന് ചോദിച്ചു. അങ്ങനെ അപ്പോഴത്തെ അവരെത്തി. അപ്പൊ ഞാൻ പക്ഷെ ഇവരോട് പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ പറയാതെ തന്നെ ഞാൻ നമുക്കൊന്ന് കയറി നോക്കാന്ന് ഓർത്ത് അവരുടെ ധൈര്യത്തിൽ ഞാനും കൂടി കയറി അങ്ങനെ കയറിയിട്ട് അപ്പൊ ഞാൻ വേഗം എല്ലായിടത്തോടെയും പോയി നോക്കിട്ടോ. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു, ഞാൻ ആരും ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നി. ഞാൻ ഇവിടെ ഇരുന്നപ്പോ നോക്കുമ്പോ ഞാൻ കീ പുറത്തിട്ടേക്കോ, ഞാൻ ഓടി വന്ന് നോക്കിയപ്പോ എന്റെ കീ പുറത്താ. അപ്പൊ എനിക്കൊരു പേടി, അതാ ഞാൻ നിങ്ങളെ വിളിച്ചേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ആഹാ, എന്നിട്ടാണ് ഞങ്ങളെ പേടിപ്പിക്കും, പ്രേതമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കൂടെയുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയാട്ടോ. അപ്പൊ ഞാനുണ്ട്, സ്മിതിയുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലായിടത്തോടെയും പോയി നോക്കിയിട്ട് അങ്ങനെ ഒരു സംഭവം ആരുമില്ല ചാരില്ല. കീട്ട് പൂട്ടിയേക്കുമല്ലായിരുന്നു മെയിൻ ഡോർ. വേഗം ഞാൻ ബാക്ക് ഡോർ പോയി നോക്കി. ബാക്ക് ഡോറും നന്നായിട്ട് അടച്ചേക്ക് തന്നെയാണ്. അത് ചങ്ങലയും കൂടി ഇടും ബാക്ക് ഡോർ. ഞങ്ങള് പൂട്ട് മാത്രമല്ല, ഒരു ചങ്ങലയുണ്ട്, ഒരു ചെയിൻ, വലിയൊരു ചെയിൻ ഇട്ടിട്ട് അതും കൂടിയാ പൂട്ടുന്നേ. അപ്പൊ അതൊക്കെ അങ്ങനെ സേഫ് ആണ്. അപ്പൊ പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഒരു പേടി കയറി. ഞാൻ ശരിക്കും കണ്ടെന്ന് വെച്ചാൽ ശരിക്കും കണ്ടു ഈ സൈഡിൽ കൂടെ ഒരാളിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. പക്ഷെ പ്രേതം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇതെന്തായിരിക്കും, ഈവൻ എന്റെ തോന്നലാണെങ്കിൽ പോലും ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ ഒരാൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ് അങ്ങനെ തോന്നുന്നതെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കേട്ടോ. അപ്പൊ ഞങ്ങളിത് ഇതുപോലെ വീണ്ടും ആ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളിങ്ങനെ പറഞ്ഞു കേട്ടോ. ഡോക്ടർ ഞാൻ ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ആരോ പാസ് ചെയ്തോ, സി ഐ ടോൾഡ് യു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പിന്നെ അതങ്ങ് ഏറ്റെടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉറപ്പായിട്ട് പ്രേതമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത് തന്നെ ഞാൻ പറയുന്നേ. അങ്ങനെ പക്ഷെ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഉപദ്രവിക്കത്തൊന്നുമില്ല, പക്ഷെ അങ്ങനെ ശക്തികളുണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ഡോക്ടർ പിന്നെ വിതരണം അതുകൂടി കേട്ടപ്പോ നമുക്ക് ചെറുതായിട്ട് പേടി കയറി തുടങ്ങി കേട്ടോ. പേടി ഒന്നോട് കൂടി എന്ന് പറയാം. അങ്ങനെ എന്റെ ഒരു അനുഭവത്തിലുണ്ടായ ഒരു പ്രേതാനുഭവം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇത്രയും വർഷത്തെ ജീവിതത്തില്. പക്ഷെ അത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് ശരിക്കും കണ്ടു എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടു എന്നുള്ളത് ഉറപ്പാ. അതും യൂണിഫോം ഇട്ട് ആ ഒരു രീതി തന്നെയാണ് ഞാൻ കണ്ടത്. പച്ച യൂണിഫോം ഇട്ടിട്ട് ആ ഒരു രീതി തന്നെ. അപ്പൊ കറക്റ്റ് ആയിട്ട് എനിക്ക് ഡോക്ടറെ തന്നെ ഞാൻ ഓർക്കുകയും ചെയ്തു. നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് താനും ആ രീതിക്ക്. പക്ഷെ ഉള്ളിൽ നോക്കിയിട്ട് ഒരാളും ഉള്ളിൽ കയറിയിട്ടില്ല. ഇവര് വന്നു കഴിയുമ്പോ ഇവര് കീട്ട് തുറക്കുകയും ചെയ്തേ. ഞാൻ ഓൾറെഡി ആ കീ വലിച്ചൂരി എടുക്കുകയും ചെയ്തു. ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇവര് വന്നപ്പോ ഇവര് ഡോറ് തുറക്കുകയും ചെയ്തേ. ആ രീതിയിൽ അങ്ങനെ എന്റെ ഒരു പ്രേതാനുഭവം എന്ന് പറയുന്നത് അതാണ്. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്റ്റിൽ പ്രേതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രേതങ്ങൾ നമ്മളെങ്ങനെ ഉപദ്രവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞാനിങ്ങനെ കണ്ടു എന്നുള്ളത് കറക്റ്റാ. എന്നിട്ട് ഞാനിങ്ങനെ എന്റെ കൂടെയുള്ള അല്ലല്ലി എന്ന് പറയുന്ന ഒരു ഫിലിപ്പീനി കൊച്ചുണ്ട് കേട്ടോ. അവള് എന്റെ കൂടെ ജോലി ചെയ്ത ഡയാലിസിസിൽ. അപ്പൊ അവളോട് ഞാൻ ഒരിക്കൽ ഇത് ഷെയർ ചെയ്തപ്പോ അവള് പറഞ്ഞു ശരിക്കും അവളിങ്ങനെ കാഷ്വാലിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ
ഒരാള് അവളെ പാസ് ചെയ്ത് ഇങ്ങനെ കടന്നുപോയി. ശരിക്കും ഒറിജിനലി ഇത് ഞാൻ പിന്നെ അറ്റ്ലീസ്റ്റ് താടക്ക് കൈ കൊടുത്ത് ഇങ്ങനെ സൈഡിൽ ഇരിക്കുമായിരുന്നല്ലോ, ഇത് അതുപോലുമല്ല. എന്നിട്ട് ഇവള് പറഞ്ഞു നോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ഷൗട്ട് ചെയ്തെന്ന്. അപ്പം അയാൾ തിരിഞ്ഞു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞെന്ന് ജസ്റ്റ് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ തിരിഞ്ഞു വന്ന് പറഞ്ഞിട്ട് കയറിപ്പോയെന്ന് അവള് പറയുന്നത്. അത് എനിക്ക് അറിയത്തില്ല അവളുടെ വിശ്വാസം. അതാണെങ്കിൽ അവള് പറയണേ ഇവള് നോ എന്ന് പറഞ്ഞ് ഇവള് ഉറക്കെ ഷൗട്ട് ചെയ്യാം, അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. എന്താ ഫീമെയിൽ വാർഡും മെയിൽ വാർഡും ഉണ്ട്. അപ്പൊ ഫീമെയിലിന്റെ കാഷ്വാലിറ്റി സെക്ഷൻ അത് അങ്ങോട്ടേക്ക് അങ്ങനെ പിന്നെ ആണുങ്ങൾ അങ്ങനെ കടത്തിവിടത്തില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരാളുടെ വേറെ പേഷ്യൻസ് ഒന്നും ഇല്ല, ഒരു പേഷ്യന്റ് മാത്രമായിട്ടൊക്കെ ആണെങ്കിൽ അവരുടെ കൂടെയുള്ളവർ അത്ര എമർജൻസി വല്ല ഒപ്പിടാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം അത് നമ്മുടെ പ്രസൻസോട് കൂടി തന്നെ അങ്ങനെ കടത്തിവിടത്തുള്ളൂ. അങ്ങനെ അപ്പൊ ഇവളിങ്ങനെ ഷൗട്ട് ചെയ്യാം, അങ്ങോട്ട് പോരുതക്കൂ എന്ന് പറഞ്ഞ ബ്രദർ അങ്ങോട്ട് പോരുന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ഷൗട്ട് ചെയ്യുക. അപ്പൊ അവള് തിരിഞ്ഞു വന്നിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയെന്ന. അപ്പൊ ഇവിടെ ഒരു ഫയൽ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അവൾ ആ ഫയൽ അവിടെ വെച്ചിട്ട് ഇയാളോടല്ലേ ഞാൻ പറഞ്ഞത്, ഇയാളെ പിന്നെ എങ്ങോട്ടേ കയറി പോകുന്ന ഫീമെയിൽ വാർഡിലേക്ക് എന്ന് പറഞ്ഞ ഫീമെയിൽ സെക്ഷനിലേക്ക് ഇയാളെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറയും. ഇവള് സ്വയം ഷൗട്ട് ചെയ്തോണ്ട് ഭയങ്കര ഒച്ച എടുത്തോണ്ട് ഓടി വന്നിട്ട് കറക്റ്റ് ബ്രദർ ഇറങ്ങിപ്പോ, ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് കയറാന്ന് പറഞ്ഞ് കറക്റ്റ് ഇങ്ങനെ വലിച്ചു മാറ്റി നോക്കുമ്പോ അവിടെ ആരുമില്ല. അപ്പൊ അങ്ങനെ അപ്പം നോക്കുമ്പോ പിന്നെ അവൾ ഓടിയാണെന്ന് എല്ലായിടത്തോടെയും നോക്കുമ്പോ ആരും അങ്ങനെ ഒരു മെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയില്ല. ഇവിടെ കടന്ന് ആരും പോയിട്ടില്ല. ഇവിടെ ഡോറ് ഭയങ്കര സൗണ്ടാണ്. നമ്മുടെ ആ ഒരു ഡോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹാഫ് ഇങ്ങനെ ഓപ്പൺ ആവുന്ന ഡോറുകളാണ്. അതായത് അന്നേരം ഒരു ഡോർ ഇങ്ങനെ തുറന്നു പോകണമെങ്കിൽ ഭയങ്കര സൗണ്ടോടുകൂടി തന്നെ തുറന്നു പോകാൻ പറ്റുള്ളൂ. ഇവള് കയറി വന്നിട്ട് ഒരാളും ഇറങ്ങി പോയിട്ടുമില്ല. അവളെല്ലാ കർട്ടനും മാറ്റി നോക്കി, ഒരു മനുഷ്യക്കുഞ്ഞ് അവിടെ ഇല്ല. അപ്പൊ ഈ ഫിലിപ്പീനുകൾക്ക് വെച്ചാൽ ഭയങ്കര പ്രേതപ്പെടിയുള്ള കേട്ടോ. ഇവളന്നിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ചിട്ട് ഓടി പുറത്തു വന്ന് എല്ലാരോടും വിളിച്ച് പറഞ്ഞ് ആ രീതിക്കൊക്കെ അവളെന്നു വെച്ചാൽ അവള് പറയാ ഉറപ്പായിട്ടും ബിന്ദു ഞാൻ കണ്ടു, അതുകൊണ്ട് ബിന്ദു കണ്ടത് നേരെ തന്നെയായിരിക്കും, കാരണം എനിക്ക് സ്വന്തം അനുഭവം ഉണ്ട് അങ്ങനെ കണ്ടത് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇതുപോലെ പറഞ്ഞു. പുള്ളിക്കാരിന്റെ അനുഭവം ഇങ്ങനെ പറഞ്ഞു. എന്തായാലും ഞാനിങ്ങനെ എന്തായാലും സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു മനുഷ്യൻ പൊക്കമുള്ളൊരു മനുഷ്യൻ ഓവർ യൂണിഫോം തന്നെയിട്ട് പച്ച കളർ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നു. ഞാൻ ഡോക്ടറെ തന്നെ ഓർത്തത് ഞാൻ കണ്ടു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അത് പ്രേതമെന്ന്. എനിക്ക് എന്നെ തോന്നിയതായിരിക്കും. എന്തായാലും നമ്മൾ ഉപദ്രവിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ തിരിഞ്ഞു പോയി നോക്കിയപ്പോ പിന്നെ ആരുമില്ല, ഒന്നുമില്ല. അതാണ് എന്റെ ഒരു പ്രേതാനുഭവം. അതൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ ഒരു പ്രേതാനുഭവ വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ എന്തായാലും പാക്കിങ് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത നമ്മുടെ കസ്റ്റമർക്ക് എന്താ വേണ്ടതെന്നുള്ളത് വെച്ച് നമുക്ക് പാക്ക് ചെയ്തിട്ട് കൊടുക്കാം. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന 1 kg ഗീ ആണ്. അപ്പൊ അത് ഞാനൊന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. അടുത്ത നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മനോഹരമായ ഒരു മൈക്രോ ഫൈബർ, വെള്ളം ഫുൾ അബ്സോർവ് ആവും. നമുക്ക് ബാത്റൂമിന്റെ മുമ്പിലും റൂംസിന്റെ മുമ്പിലും ഒക്കെ നമുക്ക് ഇടാം. പിന്നെ കോഫി ക്യൂബ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഞാനൊന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ കേട്ടോ. ഫോണിന്റെ ബാറ്ററി ലോ ആയിട്ട് കാണിക്കുന്നു. അപ്പൊ ഞാൻ ഫോൺ കുത്തി വെക്കാം. എന്നിട്ട് ഞാൻ കുറെ കൂടി പാക്ക് ചെയ്യാനുണ്ട്, അതെല്ലാം ഞാൻ പാക്ക് ചെയ്യട്ടെ. എന്നിട്ട് ഇന്ന് ഞാൻ ഈ പാക്ക് ചെയ്ത് തീരത്തില്ല, പിന്നെ എനിക്ക് ഇച്ചിരി കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ബാക്കി ഞാൻ നാളെയും ഇന്ന് രാത്രി ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഇനി പാക്ക് ചെയ്യും, കുക്കിങ് കഴിഞ്ഞിട്ട്. അങ്ങനെയാണ്. പിന്നെ നാളെയും കൂടി രാവിലെയും കൂടി പാക്ക് ചെയ്തിട്ട് പെട്ടെന്ന് കൊടുത്തു വിടും. എന്നിട്ട് നാളെ ഉച്ചയാകുമ്പോൾ നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോകും. അതൊക്കെയാണ് എന്റെ മാസ്റ്റർ പ്ലാന്. അപ്പൊ ഇപ്പൊ ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്യുവാണ്, ബാറ്ററി വെരി ലോ കാണിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ, ഇതൊക്കെയാണ്. ഇനിയിപ്പോ രാത്രി പറ്റിയല്ലേ രാത്രി ഞാൻ എടുക്കാം, ഷൂട്ട് ചെയ്യാം. പിന്നെ നാളത്തെ ഞാൻ ഷൂട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ രാത്രി ഷൂട്ട് ചെയ്യുന്നില്ല, നാളെ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പുള്ളത് ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ശരി കൂട്ടുകാരെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇത് ഞാൻ ഓവർ വോയിസ് ആയിട്ട് കൊടുക്കുള്ളൂ. ഷൂട്ട് ചെയ്തിട്ട് നാളെ നമ്മൾ കൊറിയർ പാക്ക് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കേട്ടോ. കാട്ടുതേൻ റീസെയിലിൽ ചോദിച്ചേക്കണേ, ഇത് പാക്ക് ചെയ്യട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ഒത്തിരി പ്രോഡക്റ്റ് ഉണ്ട്. ഇനി എനിക്ക് ചെടികൾ പാക്ക് ചെയ്യാനുണ്ട്, അത് മുകളിൽ പോയിട്ട് ചെടികളൊക്കെ പാക്ക് ചെയ്യണം. അങ്ങനെയാണ് എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ വാട്സ്ആപ്പ് കാറ്റലോഗിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. കിച്ചൺ ഐറ്റംസും ആഭരണങ്ങളും ഡ്രസ്സും അതുപോലെ ഇതുപോലെ ഹെൽത്ത് ബ്യൂട്ടി അതിനൊക്കെ പറ്റുന്ന ഒത്തിരി സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ നേരെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് കയറി നോക്കിക്കൊള്ളൂ കേട്ടോ. അപ്പൊ ശരി, ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ കൂട്ടുകാരെ. നമ്മള് രാവിലെ കൊറിയർ എല്ലാം പാക്ക് ചെയ്തു. എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, വന്നിട്ടെല്ലാം കൊടുത്തു വിട്ടു. അതിനുശേഷം നമ്മൾ നേരെ ചെടികൾ മേടിക്കാൻ വേണ്ടി വന്നു. നമുക്ക് സെയിലിനുള്ള കുറച്ച് ചെടികൾ മേടിക്കണം. പിന്നെ ഇത് പക്ഷി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിപ്പമുള്ള ചെടികളൊക്കെ ഞാൻ മേടിച്ചിരുന്നു, കുറച്ച് നല്ല ചെടികളും ഒക്കെ. അപ്പൊ ഡിസംബർ ലേഡിയാണ് ഇത് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നന്നായിട്ട് അതിന്റെ പൂക്കൾ പോലെ തോന്നുന്ന അതിന്റെ ഇലകളാണ് കേട്ടോ, നല്ല ഭംഗികളാണ്. അപ്പൊ അങ്ങനത്തതും കുറെ മുളകളും അങ്ങനെ കുറെ വലിപ്പമുള്ള ചെടികളും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ എന്റെ ഒരു വർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷിക്കൂടിന്റെ സ്ഥലമൊക്കെ നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യുക.
റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഫിഷുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതുങ്ങൾക്കൊക്കെ ഒരു പോണ്ട് പോലെ ഉണ്ടാക്കുക. അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. ഇനി ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഒക്കെ ഞാൻ പറ്റിയാൽ ഷൂട്ട് ചെയ്യാം. അത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ശരി, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്താ എന്നുള്ളതൊക്കെ കമന്റ് സെക്ഷനിലേക്ക് എഴുതിയിടണം കേട്ടോ. പിന്നെ എന്താ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വേണമെങ്കിൽ അല്ലെങ്കിലും വന്ന് കയറി നോക്കിക്കോളൂ. നമ്മുടെ എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതൊക്കെ കണ്ടും കേട്ടൊക്കെ പോകാം. അപ്പൊ ശരി, ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.